ഈ ഓൺലൈൻ പ്രാർത്ഥനയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മെ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ കാത്തു പരിപാലിച്ചു. ഈ ഒരു പുതിയ പകൽക്കാലത്തിലേക്ക് ദൈവം നമ്മളെ നയിച്ചു. ഈ നാളുകളിലൊക്കെ നമുക്ക് വേണ്ട എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ദൈവം നൽകുന്നു. ആ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. കൂടിച്ചേരുവാനുള്ളവർ സാവധാനം കൂടിച്ചേരട്ടെ. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ മനസ്സുകളെയും ദൈവസന്നിധിയിൽ വിശ്വാസത്തോടുകൂടെ നമുക്ക് ഏകാഗ്രമാക്കാം. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയുടെ ഈ സമയം മുഴുവൻ ശാന്തതയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ, ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ പകൽക്കാലത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദേശത്തിൻ്റെ പല ഇടങ്ങളിലായിരുന്നു കൊണ്ട് വിശ്വാസത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാനും ഐക്യതപ്പെട്ട് കർത്താവെ ഒരു മനസ്സോടുകൂടെ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പാനും നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ സമ്പൂർണമായി ഒരു പ്രാവശ്യം കൂടെ സമർപ്പിപ്പാനും നീ തരുന്ന ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ നാളുകളിലൊക്കെ അങ്ങയുടെ വലിയ കരുണയും കരുതലും ഒക്കെ അനുഭവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്നല്ലോ. ആ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം കർത്താവെ. ദൈവമേ, ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥന ഈ നാളുകളൊക്കെ മുടക്കം കൂടാതെ കർത്താവെ നടത്തപ്പെടുവാൻ അവിടുന്ന് സഹായിക്കുന്നല്ലോ. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേലൊക്കെ അവിടുന്ന് പ്രവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇങ്ങനെയുള്ള കൂടിവരവുകൾ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും കർത്താവെ ഞങ്ങൾ കൂടുതൽ അങ്ങയോട് ചേർന്ന് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലായിരിക്കാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവെ, കടന്നു വന്നിരിക്കുന്ന അങ്ങയുടെ പ്രിയ മക്കളെ എല്ലാവരെയും പേരുപേരായിട്ട് അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, അവരോട് അവിടുന്ന് ഈ സമയങ്ങളിലൊക്കെ ഇടപെടണമേ. അവരുടെ ജീവിതങ്ങളോടും ജീവിത സാഹചര്യങ്ങളോടും അവിടുന്ന് സംസാരിക്കണമേ, സംവദിക്കണമേ. ദൈവമേ, ഇതിനു വേണ്ടി കർത്താവ് ഇതിൽ പങ്കെടുക്കുവാനായിട്ട് ഒരുങ്ങുന്നവരെ, മറന്നുപോയിട്ടുള്ളവരെയൊക്കെ അവിടുന്ന് ഓർമ്മപ്പെടുത്തി അവരൊക്കെ ഇതിൽ ഒരുമിച്ച് ചേർന്ന് അങ്ങയെ സ്തുതിപ്പാൻ, അങ്ങയെ ആരാധിപ്പാൻ അവിടുന്ന് സഹായിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന കർത്താവ്, വിവിധ ശുശ്രൂഷകളെ നയിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. പാട്ട് പാടുന്നവരെയും വചനം വായിക്കുകയും പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കണം. ഞങ്ങൾ ചെയ്യുന്നതെല്ലാം തിരുനാമത്തിന്റെ മഹത്വത്തിനായി തീരുവാൻ സഹായിക്കണം. കർത്താവ്, ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ഇന്നത്തെ കൂടിവരവിന് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നതിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടും നന്മയ്ക്ക് വേണ്ടിയും വിടുതലിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. തിരുകൃപയിൽ ഞങ്ങളെ എല്ലാവരെയും സൂക്ഷിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് രശ്മിയാണ്. രശ്മി പാട്ടുകൾക്ക് നേതൃത്വം നൽകും. തുടർന്ന് സങ്കീർത്തനം വായിക്കുന്നത് നീതു ആണെന്ന് സങ്കീർത്തനം വായിക്കുന്നത്. ഇപ്പോൾ രശ്മി പാട്ടുകൾക്ക് നേതൃത്വം നൽകും. തുടർന്ന് നീതു സങ്കീർത്തനം വായിക്കും. 43-ാം സങ്കീർത്തനം. രശ്മി. ഗുഡ് മോർണിംഗ് അച്ഛൻ. മോർണിംഗ്. യെസ്. ഒന്നാമത്തെ പാട്ട് പ്രാർത്ഥനാ ഗീതങ്ങളിൽ നിന്നും 13-ാമത്തെ പാട്ട്. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാര്യതിൽ പാർക്കും നാൾ അവനൻ ബലം, അവനന്റെ സങ്കേതം വിശ്രാമം നാൾ തോറും, അവനന്റെ സർവഭൂമേ, അവനന്റെ സങ്കേതം വിശ്രാമം നാൾ തോറും, അവനന്റെ സർവഭൂമേ. പല നാൾ കരുതി ഞാൻ ഏകനെന്ന്
അന്നാളിലവൻ എന്നോടു ചൊല്ലി, ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു, നിന്നോടു കൂടെയുണ്ട്. ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു, നിന്നോടു കൂടെയുണ്ട്. ബലഹീനനെന്നു ഞാൻ കരുതിയ നാൾ, അന്നാളിലവൻ എന്നോടു ചൊല്ലി, ശക്തനാക്കുന്നവൻ, ബലം പകരുന്നവൻ, നിന്നോടു കൂടെയുണ്ട്. ശക്തനാക്കുന്നവൻ, ബലം പകരുന്നവൻ, നിന്നോടു കൂടെയുണ്ട്. സ്നേഹിതരില്ലെന്നു കരുതിയ നാൾ, അന്നാളിലവൻ എന്നോടു ചൊല്ലി, നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചവൻ, നിന്നോടു കൂടെയുണ്ട്. നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചവൻ, നിന്നോടു കൂടെയുണ്ട്. അസാധ്യമെന്നു ഞാൻ കരുതിയ നാൾ, അന്നാളിലവൻ എന്നോടു ചൊല്ലി, മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ, നിന്നോടു കൂടെയുണ്ട്. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ, നിന്നോടു കൂടെയുണ്ട്. അടുത്ത പാട്ട് സോങ് നമ്പർ 79, പരിശുദ്ധൻ മഹോന്നത ദേവൻ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹ. ആഹാ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആഹാ ഹല്ലേലൂയ, ആഹാ ഹല്ലേലൂയ. അവൻ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാധിരാജനാം മശിഹ. ആഹാ ഹല്ലേലൂയ, ആഹാ ഹല്ലേലൂയ, ആഹാ ഹല്ലേലൂയ, ആഹാ ഹല്ലേലൂയ. കോടാക്കോടിതൻ ദൂത സൈന്യവുമായി മേഘാരൂഢനായി വരുന്നിതാ വിരവിൽ, തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹ. ആഹാ ഹല്ലേലൂയ, ആഹാ ഹല്ലേലൂയ, ആഹാ ഹല്ലേലൂയ, ആഹാ ഹല്ലേലൂയ. താങ്ക് യു. താങ്ക് യു രശ്മി. ഇപ്പോൾ നീതു സങ്കീർത്തനം വായിക്കും. സാം 43. അച്ഛാ കേൾക്കാമോ? കേൾക്കാം. യെസ്. സങ്കീർത്തനം 43. ദൈവമേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഭക്തികെട്ട ജാതിയോട് എന്റെ വ്യവഹാരം നടത്തണമേ. വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യങ്കിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നീ എന്റെ ശരണമായ ദൈവമല്ലോ. നീ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്ത്? ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി
ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതുമെന്ത്? നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ, അവ എന്നെ നടത്തുമാറാകട്ടെ. നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. ഞാൻ ദൈവത്തിന്റെ പീഠത്തിങ്കിലേക്ക്, എന്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. ദൈവമേ, എന്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും. എന്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യെങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഏകാഗ്രമാക്കാം. ഇപ്രകാരം ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ കൂടി വരുവാനും വിശ്വാസത്തോടുകൂടെ ദൈവത്തിൻ്റെ കൃപ അന്വേഷിപ്പാനും നമ്മുടെ ജീവിതത്തിലുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് പ്രാർത്ഥനയിലൂടെയൊക്കെ അറിയുവാനും തിരിച്ചറിയുവാനും ദൈവഹിതത്തിന് മുൻപാകെ നമ്മളെ തന്നെ ഒരിക്കൽ കൂടി താഴ്ത്തി സമർപ്പിക്കുവാനും ഒക്കെ ദൈവം നൽകുന്ന ഈ നല്ല സമയത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവം ഈ നാളുകളിലൊക്കെ നമ്മളെ അതിശയകരമായി അത്ഭുതകരമായി വഴി നടത്തുന്നു. നമുക്ക് വരാമാകുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഒക്കെ ദൈവം നമ്മെ സൂക്ഷിക്കുന്നു. നമ്മുടെ രോഗങ്ങളിൽ, നമ്മുടെ ദുഃഖങ്ങളിൽ, നമ്മുടെ പ്രയാസങ്ങളിലൊക്കെ ദൈവം വേണ്ട ബലവും കൃപയും ഒക്കെ നൽകുന്നു. ആ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നാം ആയിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാലാണ്. ആ കൃപ നാൾതോറും ദൈവം നമുക്ക് പ്രദാനം ചെയ്യുന്നതിനായിട്ട് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും ആയിത്തീരുന്നില്ല. ഒരുപാട് ആവശ്യങ്ങൾ നമുക്കുണ്ട്. നമ്മൾ ദീർഘകാലമായി പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളുടെ മേലും ഒക്കെ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുന്നതിൽ വൈകുന്നുണ്ട്. പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നില്ല. നിരാശ, സങ്കടം, വിഷമം, അതൊക്കെ നമ്മളെ അറിഞ്ഞോ അറിയാതെയോ മുൻപോട്ട് നയിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഒക്കെ മധ്യത്തിലും ദൈവം നമ്മളെ അനുദിനം മുൻപോട്ട് നടത്തുന്നുണ്ടല്ലോ, ദൈവം നമ്മെ പുലർത്തുന്നല്ലോ. അതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് ദൈവം നൽകുന്നത്, അതിൻ്റെ നന്മകളെ തിരിച്ചറിയാൻ കർത്താവ് നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ്, നമ്മുടെ വാഞ്ചകളാണ്. അത് നമുക്ക് അർഹതപ്പെട്ടതാണോ, അത് നമുക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളതാണോ എന്നും നമ്മൾ അറിയുന്നില്ല. അതിലൊക്കെ ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ തിരക്ക് പിടിക്കാതെ, നമ്മൾ വിഷമിക്കാതെ, നിരാശപ്പെടാതെ, പ്രാർത്ഥനയോടുകൂടെ ക്ഷമയോടുകൂടെ കർത്താവിൻ്റെ ഹിതത്തിനു വേണ്ടി, ഹിതം നിറവേറുന്നതിന് വേണ്ടി കാത്തിരിപ്പാനുള്ള ക്ഷമ, ഒരുക്കം ദൈവം നമുക്ക് നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പലപ്പോഴും നമ്മൾ അക്ഷമരാണ്. വേണ്ടത്ര ഒരുക്കം വിശ്വാസത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലില്ല. അതുകൊണ്ട് ഈ നാളുകളിലൊക്കെ പിതാവ് തൻ്റെ ആത്മാവിൽ, വിശ്വാസത്തിൽ, പ്രത്യാശയിൽ നമ്മളെ ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് സഭയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് നമ്മളെ മുറ്റുമായി സമ്പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഭരമേൽപ്പിക്കാം. നമ്മുടെ ജീവിതത്തിലെ കുറവുകളും ബലഹീനതകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ചിന്തയിൽ, വാക്കിൽ, പ്രവൃത്തിയിൽ, ബന്ധങ്ങളിൽ, ഇടപാടുകളിൽ, ആലോചനകളിലൊക്കെ പലപ്പോഴും ദൈവികമായ ചിന്തകളൊക്കെ വിട്ട് നമ്മൾ പിന്മാറിപ്പോകുന്നുണ്ട്. ആ കുറവുകളൊക്കെ ദൈവം നമ്മോട് ക്ഷമിക്കണമേ, ദൈവം നമ്മെ പരിപാലിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കൂടുതൽ വിശുദ്ധിയോടുകൂടെ, കൂടുതൽ സമർപ്പണത്തോടുകൂടെ, ദൈവഹിതത്തോടുകൂടെ ജീവിപ്പാൻ കർത്താവ് നമ്മെ ഒരുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ സമ്പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കാം. മനോഹരമായ ഒരു ദേവാലയം, ചുറ്റുപാടുകൾ, സാഹചര്യങ്ങളൊക്കെ ദൈവം നമുക്ക് ഒരുക്കി തന്നു. ഈ ഒരു വലിയ നന്മയിലേക്ക് നമ്മൾ ദീർഘനാളുകൾ സഞ്ചരിച്ചവരാണ്. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് എത്തിച്ചേർന്ന ഒരു ഇടമാണ്. അതുകൊണ്ട് നമ്മുടെ ദേവാലയത്തിന്റെ പരിപൂർണമായ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ദേവാലയം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, നിൽക്കുന്നത്, ദൈവം അതിനെ ആക്കിയിരിക്കുന്നത്? ആ കൃത്യങ്ങളൊക്കെ നിർവഹിപ്പാൻ, ആ സാക്ഷ്യം നിർവഹിപ്പാൻ, ആ ചുമതലകൾ നിർവഹിപ്പാൻ, അനേകരുടെ ജീവിതത്തിന് വെളിച്ചവും നന്മയും അനുഗ്രഹവുമായി നമ്മുടെ സഭ തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ ദേവാലയത്തിലെ ആരാധനകൾ, കൂട്ടായ്മകൾ, കൂടിച്ചേരലുകൾ, അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം ദൈവനാമത്തിന് മഹത്വം വരുത്തുന്നവയായി തീരുവാൻ ഇടയാകണമെന്ന്
ദൈവത്തോട് പ്രാർത്ഥിക്കാം. മത്സരബുദ്ധിയോടുകൂടിയല്ല, മറിച്ച് ക്ഷമയോടുകൂടി, വിനയത്തോടുകൂടെ, താഴ്മയോടുകൂടെ ദൈവനാമത്തിന്റെ മഹത്വത്തിനായി അവിടെ അർപ്പിക്കപ്പെടുന്ന ശുശ്രൂഷകൾ നിർവഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ സംഘടനകളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ ശുശ്രൂഷകൾ, അവരുടെ സഭാ ജീവിതത്തിലെ, നമ്മുടെ ഒക്കെ ജീവിതത്തിലുള്ള ഇടപെടലുകൾ വളരെ അനുഗ്രഹപ്രദമായി തീരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സൺഡേ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്ന അധ്യാപകരെയും പലതരത്തില് നേതൃത്വം നൽകുന്ന എല്ലാവരെയും അവരുടെ ശുശ്രൂഷകളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിന്റെ വഴിയിൽ ഒക്കെ ജീവിപ്പാനും അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ വിശ്വാസത്തിന്റെ ബോധ്യങ്ങളൊക്കെ അവർക്ക് അനുഗ്രഹമായിരിക്കാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് 13-ാം തീയതി നടത്തപ്പെടുന്ന സൺഡേ സ്കൂളിന്റെ കലാമേളയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇതൊരു മത്സരത്തിലുപരിയായി ദൈവത്തിന്റെ വചനം പഠിക്കുവാനും പാട്ടുകൾ പഠിക്കുവാനും അവർ ദൈവം നൽകിയ താലന്തുകളൊക്കെ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി വിനിയോഗിപ്പാനും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഗായക സംഘത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഗായക സംഘത്തിന്റെ ശുശ്രൂഷകൾ സഭയ്ക്കും ആരാധനയ്ക്കും നമ്മുടെ കൂട്ടായ്മകൾക്കും ഒക്കെ അനുഗ്രഹമായി തീരുവാൻ അതിൽ പ്രവർത്തിക്കുന്നവരൊക്കെ താഴ്മയോടും വിനയത്തോടും സമർപ്പണത്തോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷകൾ നിർവഹിപ്പാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ യൂത്ത് മൂവ്മെന്റിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വളരെ ചുരുക്കം കുഞ്ഞുങ്ങളാണ് നമ്മുടെ സഭയിലുള്ളത്. അവരൊക്കെ വളരെ സമർപ്പണത്തോടുകൂടെ, കൂടുതൽ താല്പര്യത്തോടുകൂടെ നമ്മുടെ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുവാനായിട്ട് കൂടുതൽ ഊർജ്ജസ്വലമാക്കി തീർക്കുവാൻ കർത്താവ് അവരെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ യങ് കപ്പിൾസ് ഫെലോഷിപ്പിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള കുടുംബങ്ങൾ നമുക്കുണ്ടല്ലോ. അവരുടെ പ്രവർത്തനങ്ങളും ഇടപെടലുകളും അവരുടെ സംഭാവനകളും അവരുടെ നേതൃത്വവും ഒക്കെ നമ്മുടെ സഭയ്ക്കും സഭയുടെ ശുശ്രൂഷകൾക്കും അനുഗ്രഹമാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വിമൻസ് ഫെലോഷിപ്പിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നാളുകളിലൊക്കെ വിമൻസ് ഫെലോഷിപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർക്കാം. സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അവർ നേതൃത്വം നൽകുന്നു, സഭയ്ക്ക് വേണ്ട കൈത്താങ്ങലുകൾ നൽകുന്നു. ഒരുപാട് പേർക്ക് ഒരുപാട് ആവശ്യങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ശുശ്രൂഷകളൊക്കെ തുടർന്ന് മുൻപോട്ട് നയിക്കപ്പെടുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥന. കഴിഞ്ഞ 3 വർഷക്കാലം ആ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയവരെ ഓർക്കാം. പുതിയ ഒരു നേതൃത്വത്തിന് വേണ്ടിയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു. ഈ ആഴ്ച അതിന്റെ ഇലക്ഷനൊക്കെ നടത്തണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. സമർപ്പണമുള്ളവർ, ദർശനമുള്ളവർ അതിലൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട് ശുശ്രൂഷകളെ, ഈ പ്രവർത്തനങ്ങളെ മുൻപോട്ട് നയിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ലേറ്റി ഫെലോഷിപ്പിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പുതുതായി രൂപപ്പെടുത്തിയ സംഘടനയാണല്ലോ. അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർക്കാം. അതിന്റെ ചുമതലപ്പെട്ടവരൊക്കെ തുടർന്നും വളരെ ഏകമനസ്സോടുകൂടെ അതിന്റെ പ്രവർത്തനങ്ങളെ മുൻപോട്ട് നയിച്ചു കൊണ്ടുപോകുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങളെയൊക്കെ ക്രോഡീകരിക്കുന്ന ചർച്ച് കമ്മിറ്റിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പുതുതായിട്ട് ചർച്ച് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഓർക്കാം. നോമിനേഷൻ കാര്യങ്ങളുമൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. അടുത്ത 3 വർഷക്കാലം സഭയെ നയിപ്പാനായിട്ട് അവരെ ദൈവം ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ട മറ്റ് ഫിസിക്കലായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്ന സപ്പോർട്ടിംഗ് സ്റ്റാഫ്സിനെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. നമ്മുടെ ദേശത്തിന്റെ പലയിടങ്ങളിലായിട്ട് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നല്ലോ. നമ്മളെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവം നമ്മളെ കുടുംബങ്ങളായിട്ട് പാലിക്കണമേ, പരിപാലിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ കൂടാരമായി, ദൈവത്തിന്റെ ഭവനമായി നമ്മുടെ കുടുംബങ്ങളൊക്കെ തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഏതെങ്കിലുമൊക്കെ പ്രയാസങ്ങളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയും കുടുംബജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളിലൂടെയും ഒക്കെ ആരെങ്കിലുമൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് പ്രത്യേകം ഓർക്കാം. തങ്ങളുടെ വിശ്വാസമനുസരിച്ച്, ദൈവികമായ ബോധ്യമനുസരിച്ച്, വചനപ്രകാരം അവരുടെ ജീവിതങ്ങളെ ക്രമീകരിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ കുടുംബങ്ങളെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആരാധനകളും കൂട്ടായ്മകളും ഒക്കെ കുടുംബ ജീവിതത്തിന്റെ ശക്തീകരണത്തിന് ഉതകണമേ, സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയിലെ എല്ലാ സീനിയേഴ്സ് ആയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാ അങ്കിൾമാരെയും ആന്റിമാരെയും കുടുംബമായിട്ടും വ്യക്തികളായിട്ടും നമുക്ക് അവരെല്ലാം ഓർക്കാം. അവര് ആയിരിക്കുന്ന പ്രായത്തിന്റെ അവസ്ഥകൾ, ജീവിത സാഹചര്യങ്ങൾ, ശാരീരികമായ അവസ്ഥകളെല്ലാം നമ്മളെക്കാൾ അധികം ദൈവം നന്നായിട്ട് അറിയുന്നു. അവരെ പേരുപേരായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തങ്കമ്മ കോശി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. KC ചെറിയാൻ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓമന ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാലി അലക്സ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തോമസ് ജോൺ അങ്കിളിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മേരി ജോൺ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാറാമ്മ കുര്യൻ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജെസ്സി തോമസ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തങ്കം എഡ്വിൻ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രമണി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്നമ്മ ഉമ്മൻ ആന്റിക്ക് വേണ്ടി, അന്നമ്മ കോശി ആന്റിക്ക് വേണ്ടി, അന്നമ്മ ജോൺ ആന്റിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവരെല്ലാം
ദൈവമായിരിക്കുന്ന ഇടങ്ങളിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവം കാക്കണമേ, പരിപാലിക്കണമേ. അവരുടെ ജീവിതത്തിന്റെ ഏകാന്തതയിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ അവർക്ക് ദൈവത്തിന്റെ കരുതലുകൾ ലഭിപ്പാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവരെ ശുശ്രൂഷിക്കുന്നവർ, അവരെ കരുതുന്നവർ, അവരെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക്, മക്കൾക്ക് പ്രിയപ്പെട്ടവരെ ഒക്കെ ദൈവം അവരെ ബലപ്പെടുത്തണമേ. താഴ്മയോടുകൂടെ സ്നേഹത്തോടുകൂടെ അവരുടെ ശുശ്രൂഷകളൊക്കെ നിർവഹിപ്പാൻ പ്രിയപ്പെട്ടവരെ ഒരുക്കണമേ. അവരുടെ ജീവിതം സന്തോഷകരമായിരിക്കാൻ, ദൈവകൃപയാൽ നിറയപ്പെട്ടതായിരിക്കാൻ ദൈവം സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ സീനിയർ ആയിട്ടുള്ള കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. മന്നം ജേക്കബ് അങ്കിളിന് വേണ്ടിയിട്ടും അന്നമ്മ ആന്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട്, കുറെ ദിവസങ്ങളായിട്ട് ജേക്കബ് അങ്കിളിന് ശാരീരികമായ ബലഹീനതകളുള്ളതുകൊണ്ട് പള്ളിയിൽ വരാനായിട്ട് കഴിയുന്നില്ല. അങ്കിളുടെ ആരോഗ്യത്തിന് വേണ്ടി, ബലത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കൃപ ആ കുടുംബത്തിന്റെ മേൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലില്ലി ആന്റിയെയും കുരുവള അങ്കിളിനെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം അവരെ ഈ നാളുകളിലൊക്കെ ഓരോ ദിവസവും ബലപ്പെടുത്തുന്നു. ദൈവം അവരുടെ ആവശ്യങ്ങളിലൊക്കെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. സുശീൽ ആന്റിക്ക് വേണ്ടിയിട്ട്, രഞ്ജിത്ത് അങ്കിളിന് വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അവര് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലവിധമായ ശാരീരികമായ ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവര് കുടുംബമായിട്ട് അവിടെ ഒറ്റയ്ക്ക് പാർക്കുന്ന ദൈവം അവരെ ബലപ്പെടുത്തണമേ. അവരുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെ ഇരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ചാച്ചമ്മ ആന്റിക്ക് വേണ്ടിയിട്ടും ഫിലിപ്പ് അങ്കിളിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. അവരെ കുടുംബമായിട്ട് ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അങ്കിളിന് വേണ്ട ആരോഗ്യവും ബലവും കൊടുക്കണം. നാട്ടിൽ പോയിരിക്കുന്ന ആന്റിയെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അവരെ കുടുംബമായിട്ട് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ലിസി ആന്റിക്ക് വേണ്ടിയിട്ടും ഷമേലൂട്ടെ അങ്കിളിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. വളരെ ശാരീരികമായ ബലഹീനതയിലും പ്രയാസങ്ങളിലും രോഗാവസ്ഥയിലും ഒക്കെ ഇരുവരും ദീർഘനാളുകളായിട്ട് ഭവനത്തിന്റെ ഉള്ളിലാണ്. അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ട ദൈനംദിനം ജീവിക്കാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ അവർക്ക് പ്രദാനം ചെയ്യണമേ. അവരെ ബലപ്പെടുത്തണമേ. അവർക്ക് വേണ്ട സൗഖ്യവും ആശ്വാസവും നൽകണമേ. കുഞ്ഞുങ്ങളെ അവരെ ശുശ്രൂഷിപ്പാനായിട്ട് ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലിസി ആന്റിക്ക് വേണ്ടിയിട്ടും എസി എബ്രഹാംകളിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. അവരെ കുടുംബമായിട്ട് ദൈവം നടത്തണം. പ്രത്യേകിച്ച് അവര് പൂനെയിലായിരിക്കുന്നു. മകനോടൊപ്പം കുടുംബമായിട്ട് ദൈവം അവരെ വഴി നടത്തണമേ. അവരുടെ ആവശ്യങ്ങളിലൊക്കെ കൂടെ ഇരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പുഷ്പ ആന്റിക്ക് വേണ്ടിയിട്ടും റോയ് അങ്കിളിന് വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ആ കുടുംബത്തിന് വേണ്ട ദൈവത്തിന്റെ ബലവും കൃപയും നൽകണം. രണ്ടുപേരെയും ശരീരത്തിലും ആത്മാവിലും ഒരുപോലെ ദൈവം ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് റോയ് അങ്കിളിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഈ നാളുകളിലൊക്കെ കർത്താവ് വേണ്ട ബലം നൽകി, കൃപ നൽകി മുൻപോട്ട് നടത്തണമേ. ആരോഗ്യവും ദൈവകൃപയും നൽകണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പുഷ്പ ആന്റിക്ക് വേണ്ട ബലവും കൃപയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നാട്ടിലായിരിക്കും രാജൻ ജോൺ അങ്കിളിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദാസനും ദൈവത്തിന്റെ കൃപ കൂടെ ഇരുന്ന് മുൻപോട്ട് നയിക്കണമേ. ശാരീരിക ബലഹീനത കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അലീസ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണിന്റെ കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങളുണ്ടല്ലോ, ദൈവം സൗഖ്യവും വിടുതലും നൽകണമേ എന്ന് മറിയാമ എബ്രഹാം ആന്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദാസിക്കും വേണ്ട ആരോഗ്യവും ബലവും കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. പലവിധമായ രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. പല വിധത്തില് ശാരീരികമായി സുഖമില്ലാതെ പ്രാർത്ഥന ആവശ്യപ്പെട്ട പലരുമുണ്ട്. അവരെ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. ഷുഗറിന്റെ പ്രയാസം, പ്രഷറിന്റെ പ്രയാസം, അങ്ങനെ പലവിധമായ പാരാമീറ്റേഴ്സ് വ്യത്യാസമുള്ള ഒരുപാട് പേരുണ്ട്. മരുന്ന് കഴിക്കുന്നവരുണ്ട്, ക്യാൻസർ സർവൈവേഴ്സ് ഉണ്ട്, പലവിധമായ രോഗാവസ്ഥയിലൂടെ ശാരീരികമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് പരിപൂർണമായ സൗഖ്യവും ആശ്വാസവും വിടുതലും നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വലിയ ദീർഘമായ ഒരു ലിസ്റ്റ് നമ്മൾ പറഞ്ഞു. ആരെങ്കിലും ഇതിന്റെ ഇടയിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. ദൈവം അവർക്കൊക്കെ വേണ്ട ആരോഗ്യവും ബലവും ദൈവകൃപകളും ഒക്കെ നൽകണമേ, സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് മനഃപൂർവ്വമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയിലെ എല്ലാ കുഞ്ഞുങ്ങളെ നമുക്ക് ഓർക്കാം. കൊച്ചു ക്ലാസ്സുകൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഹൈസ്കൂൾ പഠിക്കുന്നവര്, ഡിഗ്രി വിദ്യാഭ്യാസം ചെയ്യുന്നവര്, പഠനം കോമ്പറ്റീറ്റീവ് എക്സാംസ് കഴിഞ്ഞ് അവരുടെ പ്രൊഫഷണൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, അഡ്മിഷൻസിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവർ, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശയക്കുഴപ്പങ്ങളിലായിരിക്കുന്നവർ, കൗൺസിലിംഗിന് വിധേയമായിരിക്കുന്നവരൊക്കെ ഉണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം, പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. പ്രത്യേകിച്ച് ഹൈദരാബാദിലും മറ്റ് നഗരങ്ങളിലും വിദേശത്തുമൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. അവരുടെ ജീവിതത്തിൽ ലക്ഷ്യബോധം നൽകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. അവർ പഠന സമയം ഏറ്റവും നന്നായിട്ട് വിനിയോഗിപ്പാനും പഠിച്ച് ഉയർന്ന് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹവും കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും ഒക്കെ നന്മയായി തീരുവാൻ പ്രിയപ്പെട്ട മക്കളെ ദൈവം ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പഠനത്തിന്റെ സ്ട്രെസ്സുകളൊക്കെ താങ്ങാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് പ്രത്യേകം ഓർക്കാം. അവരുടെ മനസ്സിലൂടെ എന്തെല്ലാം പ്രയാസങ്ങളാണ് കടന്നു പോകുന്നത് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. പലപ്പോഴും അവർ സന്തോഷത്തോടു കൂടെ ഇരിക്കുന്നെങ്കിൽ അവരുടെ ഉള്ളിൽ
എന്തെല്ലാം കലങ്ങി മറിച്ചിലുകൾ, പ്രയാസങ്ങൾ അവർക്കുണ്ട് എന്ന് നമുക്കറിയുന്നില്ല. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവം സന്ദർശിച്ച് അവരെ ദൈവം അനുഗ്രഹിച്ച് വിശ്വാസത്തിൽ ബലപ്പെടുത്തി ധൈര്യപ്പെടുത്തി മുൻപോട്ട് നയിക്കണമേ, നടത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പഠനമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്, ഇന്റേൺഷിപ്സിലായിരിക്കുന്നവരുണ്ട്, പ്ലേസ്മെന്റിന് വേണ്ടി പരിശ്രമിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം നമുക്ക് ഓർക്കാം. ദൈവം ആ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ. അവർക്ക് വേണ്ട പഠിക്കാനുള്ള മാർഗങ്ങളും പ്ലേസ്മെന്റും ജോലിയും ഒക്കെ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ജോലിയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് ദൈവം അനുഗ്രഹിക്കപ്പെട്ട വഴിയും വാതിലും ഒക്കെ തുറന്നു കൊടുക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ഭാവി ദൈവം അവർക്ക് ഒരുക്കി കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജോലിയുടെ കോൾ ലെറ്ററുകളൊക്കെ പ്രതീക്ഷിച്ചും പോകാനായിട്ടൊക്കെ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം നമുക്ക് ഓർക്കാം. നമ്മുടെ തലമുറകൾക്കൊക്കെ നല്ല ഉപജീവന മാർഗം, നല്ല ജോലി, അനുഗ്രഹത്തിന്റെ വഴികൾ ദൈവം ഒരുക്കി കൊടുക്കണമേ, സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവരെ കുടുംബ ജീവിതത്തിന് വേണ്ടിയിട്ട് അവരെ ശാരീരികമായും മാനസികമായും ഒക്കെ ഒരുക്കി വിശ്വാസത്തിലൊക്കെ ഒരുക്കി തയ്യാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. തക്കതായ ജീവിത പങ്കാളികളെ കണ്ടെത്തുവാനായിട്ട് ദൈവം അവരെ സഹായിക്കണമേ. ദൈവം അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ നിർവഹിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കും. കുടുംബജീവിതം ആരംഭിച്ചിരിക്കുന്ന കുടുംബങ്ങളെയൊക്കെ നമുക്ക് ഓർക്കാം. അവരുടെ കുടുംബ ജീവിതത്തിന്റെ പ്രാരംഭ ഘട്ടങ്ങളിലൊക്കെയുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വിശ്വാസത്തിൽ താഴ്മയോടുകൂടെ സ്നേഹത്തോടുകൂടെ പരസ്പരം മനസ്സിലാക്കി മുൻപോട്ട് നീങ്ങുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കുഞ്ഞുങ്ങളെ ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ യങ് കപ്പിൾസിന് വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിൽ അനേക കുടുംബങ്ങളുണ്ടല്ലോ, പ്രത്യേകിച്ച് പല മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, കുഞ്ഞുങ്ങളുടെ പരിപാലനം, കുടുംബജീവിതം, മറ്റ് സാമൂഹികമായിട്ടുള്ള ഉത്തരവാദിത്വം, കുടുംബത്തോടുള്ള ഉത്തരവാദിത്വങ്ങൾ, മാതാപിതാക്കളുടെ പരിപാലനം, അങ്ങനെ പല തരത്തില് പല സമ്മർദ്ദങ്ങളിൽ കീഴ്പ്പെട്ട് ജീവിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. അവരെ ഒക്കെ ദൈവം ബലപ്പെടുത്തണമേ, ആശ്വസിപ്പിക്കണമേ. അവരുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെ ഇരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവരെ ഫലമേറ്റിരിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായി നിർവഹിക്കാനുള്ള കൃപ, പ്രാഗൽഭ്യം അവർക്ക് നൽകും. പ്രത്യേകിച്ച് ജോലി സ്ഥലങ്ങളിലൊക്കെ വലിയ വർക്ക് പ്രഷറുണ്ട്. അതിനെയൊക്കെ അതിജീവിപ്പാനുള്ള ദൈവത്തിന്റെ കൃപ അവർക്ക് ധാരാളം നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് കുഞ്ഞുങ്ങളെ പരിപാലിക്കുവാൻ, പുലർത്തുവാൻ, വളർത്തുവാനൊക്കെ ഉള്ള ദൈവകൃപ അവർക്ക് നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പല ജീവിത മേഖലകളിൽ ജോലിയിലായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. ബിസിനസ് മേഖലകളിൽ, IT മേഖലകളിൽ, മാർക്കറ്റിംഗ് മേഖലകളിൽ, സ്വകാര്യ ജോലികളിൽ, ഗവൺമെന്റ് സർവീസിൽ, വിദേശങ്ങളിൽ, അതുപോലെ തന്നെ പലതരത്തിലെ കായികമായിട്ടുള്ള അധ്വാനം ഉൾപ്പെട്ട മേഖലകളിലൊക്കെ ആയിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. എല്ലാം പ്രവർത്തിക്കുന്ന, ജോലി ചെയ്യുന്ന എല്ലാവരെയും ഓർക്കാം. ജോലി സ്ഥലങ്ങളെ ഓർക്കാം. അവ ഏത് നിലകളിലും ഏത് സാഹചര്യങ്ങളിലായിരുന്നാലും ദൈവത്തിന്റെ കൃപ അവരോട് കൂടെ ഇരിക്കണമേ. അവർക്ക് വേണ്ട സാമ്പത്തികമായ നന്മകൾ, ഉയർച്ചകൾ, അനുഗ്രഹങ്ങൾ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പലവിധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഓർക്കാം. സ്വന്തമായിട്ട് ഭവനമില്ലാത്തവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നല്ല ഭവനങ്ങളൊക്കെ അവർക്ക് ഒരുക്കി നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട്, നാട്ടിലാണോ എവിടെയാണോ അവർ ആഗ്രഹിക്കുന്നത്, അവർക്ക് ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് ഭവനങ്ങളെ ഒരുക്കി നൽകണമേ. വാഹനമില്ലാത്ത പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഈ നഗരത്തിലൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് വാഹനങ്ങൾ ആവശ്യമാണ്. അപകടം കൂടാതെ സഞ്ചരിപ്പാനുള്ള സാഹചര്യങ്ങൾ ആവശ്യമാണ്. ദൈവം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ട വാഹനങ്ങളൊക്കെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ പലവിധമായ ആവശ്യങ്ങളിൽ ഇരിക്കുന്നവരെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം അവരെ പ്രത്യേകിച്ച് നമ്മുടെ സഭയിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാം. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കണം. അവർ വളർച്ചയിൽ ദൈവം കൂടെ ഇരിക്കണമേ. ആരോഗ്യവും ബലവും നൽകണമേ. മാതാപിതാക്കളെ പരിപാലിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിൽ സിംഗിൾ ആയിട്ടുള്ള, സെപ്പറേറ്റഡ് ആയിട്ടുള്ള, ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി ബലപ്പെടുത്തി അവരുടെ ഹൃദയത്തെ, മനസ്സുകളെയും സന്തോഷത്താൽ നിറച്ച് ഉത്സാഹത്തോടുകൂടെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ വേദനകളും പ്രയാസങ്ങളും മുറിവുകളും ഒന്നും അവരെ തുടർന്നും അവരെ ദുഃഖിതരാക്കാതെ അതിനൊക്കെ ആശ്വാസം കണ്ടെത്തി വിശ്വാസത്തോടുകൂടെ ധൈര്യപ്പെട്ട് മുൻപോട്ട് ജീവിപ്പാൻ കുഞ്ഞുങ്ങളെ ഒരുക്കണമേ. അവർക്കൊക്കെ ദൈവം തുടർന്നും ഭാവി കുടുംബ ജീവിതങ്ങളൊക്കെ ഒരുക്കുന്നെങ്കിൽ, അതിലേക്ക് പ്രവേശിപ്പാൻ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ദൈവം അതിനുവേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അവരുടെ മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവർ, സഹോദരങ്ങളെ ഒക്കെ ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ അവരോട് കൂടെ നിന്ന് അവരുടെ ജീവിതയാത്രയിലൂടെ പങ്കായിട്ട് നിൽപ്പാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഏതെങ്കിലുമൊക്കെ കുടുംബ ജീവിതത്തിലെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രതിബന്ധങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് ആ കുടുംബങ്ങളെ ഒക്കെ നമുക്ക് ഓർക്കാം. നമ്മുടെ അറിവിൽപ്പെട്ടവരുണ്ടാകാം, നമ്മുടെ അയൽപക്കങ്ങളിൽ ഉണ്ടാകാം, നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകാം. അങ്ങനെയുള്ള കുടുംബങ്ങളെയൊക്കെ നമുക്ക് ഓർക്കാം. വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കുടുംബ ജീവിതങ്ങൾ, വേർപിരിയലിലേക്കൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, കുഞ്ഞുങ്ങളെ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ, ഒറ്റപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾ,
എല്ലാ സാഹചര്യങ്ങളെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളവരെ നമുക്ക് ഓർക്കാം. ദൈവം നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവം നടത്തണമേ, ആവശ്യങ്ങളൊക്കെ ദൈവം കൂടെ ഇരിക്കണമേ, സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. CSI സഭയ്ക്ക് വേണ്ടി, സഭയുടെ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി, വർധനവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ ആത്മീയ നേതൃത്വത്തിന് വേണ്ടി നമുക്ക്, ബിഷപ്സിന് വേണ്ടി, പട്ടക്കാർക്ക് വേണ്ടി, ശുശ്രൂഷകർക്ക് വേണ്ടി, സിസ്റ്റേഴ്സിന് വേണ്ടി, മിഷണറിമാർക്ക് വേണ്ടി, സന്നദ്ധ സുവിശേഷകർക്ക് വേണ്ടി, അങ്ങനെയുള്ള എല്ലാ പ്രവർത്തകരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ മിഷണറിമാരെയും നമുക്ക് ഓർക്കാം. മിഷൻ വയൽ പ്രദേശങ്ങളെയും ഓർക്കാം. അവിടെയുള്ള ആവശ്യങ്ങളെ ഓർക്കാം. അവിടെയുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെ ഓർക്കാം. അതെല്ലാം ദൈവനാമത്തിന് മഹത്വമായി നിർവഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ, കർത്താവ് കൂടെ ഇരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മളുടെ മേഡക് ഡയസിസിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മേഡക് ഡയസിസിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രാജ്യത്തിന്റെ ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആവശ്യത്തിലും ഭാരത്തിലും ഒക്കെ ഇരിക്കുന്ന ജനങ്ങളെ നമുക്ക് ഓർക്കാം. പ്രകൃതിക്ഷോഭത്താല്, അപകടങ്ങളില്, മറ്റ് പലവിധമായ ദുരന്തങ്ങളിൽ, ആകസ്മികമായിട്ടുള്ള പ്രയാസങ്ങളിലൊക്കെ ആയിരിക്കുന്നവരെ ഓർക്കാം. പ്രത്യേകിച്ച് കമ്മ്യൂണൽ വയലൻസസിന്റെ ഒക്കെ വിക്ടിംസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മണിപ്പൂരിലെ ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നോർത്ത് ഇന്ത്യയിലുള്ള എല്ലാ ക്രൈസ്തവ വിശ്വാസ സമൂഹങ്ങൾക്ക് വേണ്ടി, അതുപോലെ തന്നെ റിലീജിയസ് മൈനോറിറ്റീസിന് വേണ്ടി ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തിന്റെ ഒരു വലിയ സൗന്ദര്യമാണല്ലോ ഈ വൈവിധ്യത. ആ സമൂഹങ്ങളെല്ലാം നമുക്ക് ഓർത്ത്, നമ്മളും ഈ ദേശത്തൊരു മൈനോറിറ്റിയാണ്. അതുകൊണ്ട് നമുക്ക് അവകാശങ്ങളും നമുക്ക് സ്വാധീനങ്ങളും നമുക്ക് സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മളും ഈ ദേശത്തൊരു മൈനോറിറ്റിയാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ മൈനോറിറ്റീസിനും വേണ്ടിയിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യം അഭിവൃദ്ധിപ്പെടുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് യുദ്ധങ്ങളെക്കുറിച്ച്, പലവിധമായ പ്രകൃതിക്ഷോഭങ്ങളെക്കുറിച്ച്, അങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നു. യുദ്ധത്താൽ ഭാരപ്പെടുന്ന എല്ലാ ഭൂവിഭാഗങ്ങളും, മിഡിൽ ഈസ്റ്റിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. റഷ്യ ഉക്രൈൻ വാർ നിൽക്കുന്നതിന് വേണ്ടി, അതിന്റെ സമാധാനത്തിന് വേണ്ടി നമുക്ക്, എവിടെയെല്ലാം രാജ്യങ്ങൾ തമ്മിൽ, സമൂഹങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷത്തിലും യുദ്ധത്തിലും ഒക്കെ ഏർപ്പെടുന്നുണ്ടോ അവിടെ എല്ലാം സമാധാനം ഉണ്ടാകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അതിലൊക്കെ ഇരകളായി തീരുന്ന കുഞ്ഞുങ്ങളും സ്ത്രീകളും ബലഹീനരും ഒക്കെയാണല്ലോ. നമ്മുടെ ദേശത്ത്, നമ്മുടെ പ്രപഞ്ചത്തില് എല്ലാവിധമായ സംഘർഷങ്ങളും യുദ്ധങ്ങളും പരസ്പര വൈരാഗ്യങ്ങളും വെറുപ്പുമൊക്കെ ഇല്ലായ്മ ചെയ്യുവാൻ, അതൊക്കെ ഇല്ലാതാകുവാനായിട്ട് കർത്താവ് പ്രവർത്തിക്കണമേ. ദൈവം സമാധാന പ്രഭുവാണ്, അത്ഭുത മന്ത്രിയാണ്, നീതിമാനായ ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കപ്പെടേണ്ടതിനായിട്ട് ജനങ്ങളും വിശ്വാസങ്ങളും സംസ്കാരങ്ങളും ഒക്കെ പരസ്പര സമാധാനത്തിലും സ്നേഹത്തിലും ഒക്കെ പുലരുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥന. നമ്മുടെ സാറ്റലൈറ്റ് വർഷിപ്പ് സർവീസിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അവിടെയുള്ള എല്ലാ കുടുംബങ്ങളെ നമുക്ക് ഓർക്കാം. അവിടെയുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. അത് അവിടെയുള്ള CSI അംഗങ്ങളൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ കടന്നു വരുവാനും അതൊരു ഒരു ആരാധനാ കൂട്ടമായി തീരുവാനും കർത്താവ് സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ നമ്മളെ വ്യക്തിപരമായി ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, അതെല്ലാം നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമ്മളെ ദീർഘകാലങ്ങളായി നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടിക്കുന്ന ആവശ്യങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ എല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഭരമേൽപ്പിക്കാം. നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ മനസ്സുകളെയും അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലാണ് ഉള്ളത്. ഒരുപക്ഷെ നമ്മൾ പറഞ്ഞില്ലെങ്കിലും നമ്മളുടെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു ദൈവം. ഒരുപക്ഷെ സഹിക്കാനാവാത്ത സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ അനുഭവിക്കുന്നവർ നമ്മുടെ ഇടയിൽ ഉണ്ടാവാം. നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ള പ്രിയപ്പെട്ടവരുണ്ടാകാം. അവരെല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവം നമ്മുടെ ആവശ്യങ്ങളെയൊക്കെ അതിന്റെ നീതി, ന്യായം അറിഞ്ഞ് മാനിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്നത്തെ കൂടിവരവിന്റെ അനുഗ്രഹത്തിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഭരമേൽപ്പിക്കാം. പല ഇടങ്ങളിൽ നിന്ന് ഇതിൽ പങ്കെടുക്കുന്ന വിശ്വാസത്തോടുകൂടെ, താല്പര്യത്തോടുകൂടെ, ആത്മീയമായ അഭിവാഞ്ചയോടുകൂടെ പങ്കെടുക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. ദൈവം നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ അവരെ സന്ദർശിച്ച് അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലൊക്കെ ദൈവം പ്രവർത്തിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ റെബേക്ക നമ്മളെ പ്രാർത്ഥനയിൽ നയിക്കും. റെബേക്ക ധോണി. मैं ऑडिबल अच्छा?
Yes, Rebecca. Psalm 19, verse 14 says, "Let the words of my mouth and the meditation of my heart be acceptable in your sight, O Lord, my rock and my redeemer." Dear Heavenly Father, as I come into your beloved presence to lead in prayer, I ask that you let the Holy Spirit guide me. Lord, we come before you today with grateful hearts, thankful for the blessings you have bestowed upon us. We are humbled by your love and mercy and grateful for the opportunity to gather together in prayer. As we pray, we ask that you guide us and direct us. Give us wisdom, clarity, and discernment as we navigate life's challenges. Strengthen our faith and help us to trust in your goodness. Heavenly Father, we pray for our dear Achan, Nisha Kochama, and the children. Bless this beautiful family with your love, unity, and peace. May they feel your presence and guidance in their lives. We ask for your healing touch and care, dear Lord, for Kochima as she recovers from her eye surgery. Grant her a speedy and full recovery. We also pray for Almitra, who is pursuing her studies in Mumbai. Guide her in her academic pursuits and may she excel in her studies. As the family is grappling with this new situation, grant them assurance, Holy Father, that you're watching over their child and guarding and guiding her in your abundant grace. Protect her and keep her safe, and may she feel your presence with her even in the new place. For the little one, for his well being and success in school, may he learn and grow with wisdom. We pray, Holy Father, for our CSI Emmanuel Church, praying for each one of us to be united in love and purpose, setting aside differences and working together for the advancement of God's kingdom. Holy Father, we remember and pray for all the church members mentioned by Achan, and we ask that you bring comfort, healing, and restoration to their bodies, mind, and spirits. Father, whether it is a minor sickness or a life threatening condition, we know that nothing is too difficult for you. Touch those in the hospitals, care centers, and homes and restore them to full health. We pray for strength and comfort for those caring for the sick. Let them experience your peace and hope even in challenging circumstances. Holy Father, we thank you for the wisdom and experience that our elders carry. We pray that you bless them with good health, peace of mind, and the assurance that you're always with them. Help them to know they are valued and loved by you and by their families and community. Lord, we pray for our various auxiliary committees, each serving with dedication and passion. Bless our Sunday school teachers and students as they seek to grow in knowledge and faith. Guide our youth ministry leaders as they mentor the next generation. Empower our Women's Fellowship Committee in their outreach and efforts, dear Lord. We thank you for their dedication, Lord. Heavenly Father, protect our children and the children of the world. Take them under your wing, shielding them from conflict, disaster, and the dark side of technology. Heavenly Father, we pray for our laity group. May they be a source of encouragement and support to one another. Today, we also intercede for all the families in our church, asking for your divine protection and provision and peace to rest upon every household. Lord, we pray for every intention mentioned by Achan today and for your abundant blessings to go out and live this day under your absolute divine love and compassion, and also for world peace. Thank you for hearing our prayers and for being with us always. In Jesus' precious name we ask. Amen. സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകും ഈ വേദനകൾ സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകും ഈ വേദനകൾ മാറിപ്പോകാത്തൊരു വാഗ്ദത്തമുണ്ടിനി ആ നല്ല നാളുകൾ വേഗം വരും മാറിപ്പോകാത്തൊരു വാഗ്ദത്തമുണ്ടിനി ആ നല്ല നാളുകൾ വേഗം വരും സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകും ഈ വേദനകൾ
കരയേണ്ട ദുഃഖത്താൽ കർത്തനുണ്ട്. കണ്ണുനീരെല്ലാം യേശു മാറ്റിടുമേ. കരയേണ്ട ദുഃഖത്താൽ കർത്തനുണ്ട്. കണ്ണുനീരെല്ലാം യേശു മാറ്റിടുമേ. സങ്കടങ്ങൾക്കെല്ലാം പരിഹാരം തന്നിടും. പ്രാർത്ഥന കേൾക്കുന്ന യേശുവുണ്ട്. സങ്കടങ്ങൾക്കെല്ലാം പരിഹാരം തന്നിടും. പ്രാർത്ഥന കേൾക്കുന്ന യേശുവുണ്ട്. സാരമില്ല ഈ സങ്കടങ്ങൾ, മാറിപ്പോകും ഈ വേദനകൾ. ഏലിയാവിൻ ദൈവം കൂടെയുണ്ട്. എന്നും എന്നെ കർത്തൻ പോറ്റിടുന്നു. ഏലിയാവിൻ ദൈവം കൂടെയുണ്ട്. എന്നും എന്നെ കർത്തൻ പോറ്റിടുന്നു. കാക്കയെ കൊണ്ടവൻ ഭക്ഷണമൊരുക്കി. നിത്യമെന്നെ താതൻ പോറ്റിടുന്നു. കാക്കയെ കൊണ്ടവൻ ഭക്ഷണമൊരുക്കി. നിത്യമെന്നെ താതൻ പോറ്റിടുന്നു. സാരമില്ല ഈ സങ്കടങ്ങൾ, മാറിപ്പോകും ഈ വേദനകൾ. ആഴക്കടലിൽ ഞാൻ താണുപോയാ, കരം പിടിച്ചെന്നെ താതൻ ഉയർത്തിയിടുന്നു. ആഴക്കടലിൽ ഞാൻ താണുപോയാ, കരം പിടിച്ചെന്നെ താതൻ ഉയർത്തിയിടുന്നു. ചേർത്തൊപ്പം പിടിച്ചു കടലിന്മീതെ നടന്നു. അക്കരെ എത്തിക്കും താതനെന്നെ. ചേർത്തൊപ്പം പിടിച്ചു കടലിന്മീതെ നടന്നു. അക്കരെ എത്തിക്കും താതനെന്നെ. സാരമില്ല ഈ സങ്കടങ്ങൾ, മാറിപ്പോകും ഈ വേദനകൾ. ഭാരങ്ങളാൽ ഞാൻ തളർന്നാലും ഭാരം ചുമന്നവൻ യേശുവുണ്ട്. ഭാരങ്ങളാൽ ഞാൻ തളർന്നാലും ഭാരം ചുമന്നവൻ യേശുവുണ്ട്. എൻ പാപഭാരം ക്രൂശിൽ താൻ വഹിച്ചു. അടിപ്പിണരാൽ അവൻ സൗഖ്യം തരും. എൻ പാപഭാരം ക്രൂശിൽ താൻ വഹിച്ചു. അടിപ്പിണരാൽ അവൻ സൗഖ്യം തരും. സാരമില്ല ഈ സങ്കടങ്ങൾ, മാറിപ്പോകും ഈ വേദനകൾ. സാരമില്ല ഈ സങ്കടങ്ങൾ, മാറിപ്പോകും ഈ വേദനകൾ. മാറിപ്പോകാത്തൊരു വാഗ്ദത്തമുണ്ടിനി. ആ നല്ല നാളുകൾ വേഗം വരും. മാറിപ്പോകാത്തൊരു വാഗ്ദത്തമുണ്ടിനി. ആ നല്ല നാളുകൾ വേഗം വരും. സാരമില്ല ഈ സങ്കടങ്ങൾ, മാറിപ്പോകും ഈ വേദനകൾ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ പകൽക്കാലം ഒരിക്കൽ കൂടെ നിങ്ങളെ എല്ലാവരെയും കർത്തൃനാമത്തിൽ ഈ കൂട്ടായ്മയിലേക്ക്, പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ഇപ്രകാരം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടി വരുവാനും പാട്ടുകളോടും പ്രാർത്ഥനയോടും വചനത്തിന്റെ വെളിച്ചത്തിലും തണലിലും ഒക്കെ ആയിരിക്കാനും ദൈവം സഹായിക്കുന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഈ നാളുകളിൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം യേശു കർത്താവ്
തൻ്റെ പ്രിയപ്പെട്ട സമൂഹത്തിന്, ശിഷ്യർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന, പ്രത്യക്ഷപ്പെടുന്ന സംഭവങ്ങളെക്കുറിച്ചും അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചും ആ സംഭവങ്ങളുടെ വിശദാംശങ്ങളിലൂടെ സഭയോടായി കർത്താവിന്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് അറിയിക്കുവാനുള്ള ദൂതിനെ കുറിച്ചും ആലോചനയെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഏകദേശം 40 ദിവസത്തോളം യേശു കർത്താവ് ഭൂമിയിൽ ഉണ്ടായിരുന്നതായിട്ട് വിശുദ്ധ വേദപുസ്തകത്തില്, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ, അപ്പോസ്തല പ്രവൃത്തിയിലുമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. 40 days he was in this world in his body, resurrected body. യേശു പല സന്ദർഭങ്ങളിൽ ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച്, അവരോട് തൻ്റെ ക്രൂശീകരണത്തിന് മുൻപുള്ള ജീവിതത്തെക്കുറിച്ച്, യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് കഴിയുമ്പോൾ യേശു കർത്താവിന്റെ ശാരീരികമായ സാന്നിധ്യം സഭയിൽ ഇല്ലാതാകുന്ന സമയത്ത് സഭ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച്, എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തു സഭയെ ഭരമേൽപ്പിച്ച് ശിഷ്യരെ ചുമതലപ്പെടുത്തിയ കാര്യങ്ങൾ നിർവഹിക്കേണ്ടതിനെ കുറിച്ചൊക്കെയുള്ള വിശദാംശങ്ങളും പ്രബോധനങ്ങളും ആലോചനകളും നിർദ്ദേശങ്ങളുമൊക്കെ നൽകുന്ന വിവിധ സന്ദർഭങ്ങൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കാണാനായിട്ട് സാധിക്കും. റിസറക്ഷൻ നറേറ്റീവ്സ്. അങ്ങനെ വേദപുസ്തകം, വിശുദ്ധ സുവിശേഷങ്ങൾ പല തരത്തില് നമ്മൾ വേദപുസ്തക പണ്ഡിതന്മാര് അതിനെ വിഭാഗിച്ച് പഠിക്കുന്നുണ്ട്. നമ്മൾ ആദ്യ ഭാഗത്ത് ഇൻഫൻസി നറേറ്റീവ്സ് എന്ന് പറയും. യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് ഇല്ല, മർക്കോസിന്റെ സുവിശേഷത്തിലും ഇല്ല, മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും യേശു കർത്താവിന്റെ ജനനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അത് വിശദമായിട്ട് നൽകുന്നുണ്ട്, ചരിത്രപരമായിട്ട് നൽകുന്നുണ്ട്, നറേഷനായിട്ട് നൽകുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ അതിനെ കുറെ കൂടെ ഒരു തിയോളജിക്കൽ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ആദ്യത്തെ ഒന്നാം അധ്യായത്തിന്റെ ആദ്യത്തെ 14 വാക്യങ്ങൾ യേശു കർത്താവിന്റെ ജനനത്തിന്റെ ദൈവശാസ്ത്രം, ദ തിയോളജി ഓഫ് ഇൻകാർണേഷൻ, വചനം ജഡമായി തീരുന്നതിനെ കുറിച്ചുള്ള വിവരണം, അതിൻ്റെ വേദശാസ്ത്രപരമായ പശ്ചാത്തലം യോഹന്നാൻ നൽകുന്നുണ്ട്. അതിനുശേഷം നമ്മൾ യേശു കർത്താവിന്റെ സെർമൺസിനെ കുറിച്ച് പഠിക്കുന്നു, പാരബിൾസിനെ കുറിച്ച് പഠിക്കുന്നു, മിറാക്കിൾസിനെ കുറിച്ച് പഠിക്കുന്നു, എക്സോർസിസംസിനെ കുറിച്ച് പഠിക്കുന്നു, യേശു കർത്താവിന്റെ പീഡാനുഭവങ്ങളെ കുറിച്ചുള്ള, പാഷനെ കുറിച്ചുള്ള, ക്രൂശീകരണത്തെ കുറിച്ചുള്ള പാഷൻ നറേറ്റീവ്സ് നമ്മൾ വായിക്കുന്നു. അതിനുശേഷം എല്ലാ സുവിശേഷങ്ങളിലും പല അളവിലും പല ദൈർഘ്യതയിലും യേശു കർത്താവിന്റെ ഉയർപ്പിന് ശേഷമുള്ള പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പറയുന്നത്. അതിനെ റിസറക്ഷൻ നറേറ്റീവ്സ്, ഉയർത്തെഴുന്നേൽപ്പിന്റെ ആഖ്യാനങ്ങൾ, വിവരണങ്ങൾ എന്ന് നമുക്ക് പൊതുവെ പറയാനായിട്ട് സാധിക്കും. ആ ഭാഗത്തിൽപ്പെട്ട ചില ചിന്തകളാണ് നമ്മൾ ആദ്യം ചിന്തിച്ചത്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ കല്ലറയുടെ പരിസരത്ത് യേശു കർത്താവ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നു. അത് മഗ്ദലക്കാരത്തി മറിയയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നു. അതിന്റെ വിശദാംശങ്ങളെ കുറിച്ച്, അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ടുന്ന ചിന്തകളെക്കുറിച്ച്, ആശയങ്ങളെക്കുറിച്ച്, എപ്രകാരമാണ് ആ യേശു കർത്താവിന്റെ പ്രത്യക്ഷപ്പെടൽ നമ്മുടെ വിശ്വാസത്തോടും നമ്മുടെ വിശ്വാസ ബോധ്യങ്ങളോടും സംസാരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആദ്യം ചിന്തിച്ചു. രണ്ടാമത്തെ ഭാഗം യേശു കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് ഒരു വീടിന്റെ ഉള്ളിലാണ്. ജീസസ് ഈസ് അപ്പിയറിംഗ് ഹിംസെൽഫ് ഇൻസൈഡ് എ ക്ലോസ്ഡ് ഹോം. അതിനെക്കുറിച്ച് 4 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഇതുവരെ. വീടിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടുന്ന ഓപ്പൺനെസ്സിനെ കുറിച്ച്, ബന്ധങ്ങളിൽ ഉണ്ടാകേണ്ടുന്ന ഓപ്പൺനെസ്സിനെ കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് ചിന്തിച്ചു. യേശു കർത്താവ് അടഞ്ഞ മുറി തുറന്നു വരുന്നു. യേശു കർത്താവ് അവരോട്, നിങ്ങൾക്ക് സമാധാനം, ഭവനങ്ങൾ ആശ്വാസ ഭവനങ്ങളാണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു, എന്ന് പഠിച്ചു. കംഫർട്ടിംഗ് മെസ്സേജ് that Jesus shares inside a house.
മൂന്നാമത് പറഞ്ഞത് യേശു കർത്താവ് ഹീസ് കൺവിൻസിങ് ദ ഡിസൈപ്പിൾസ് ഓഫ് ഹിസ് റിസറക്ഷൻ, ഫാക്ട് ഓഫ് റിസറക്ഷൻ. ചില ബോധ്യപ്പെടുത്തലുകൾ, ചില യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവുകൾ, അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണകൾ യേശു കർത്താവ് തരുന്നു. യേശു കർത്താവ് കയ്യും വിലാപ്പുറവും അവരെ കാണിക്കുന്നു. നിങ്ങൾ യു എക്സ്പീരിയൻസ് മീ, യു ഫീൽ മീ ദാറ്റ് ഐ ആം റിസറക്റ്റഡ്. അല്ലെ, ബോധ്യങ്ങൾ അങ്ങനെ ഉണ്ടാവുന്നു. വീടിന്റെ ഉള്ളിലും ഇങ്ങനെ ചില ഫീലിങ്സ് ഉണ്ടാകും. വി നീഡ് ടു ഫീൽ ഈച്ച് അതർ, വി നീഡ് ടു ഫീൽ ഗോഡ്, വി നീഡ് ടു ഫീൽ ദ നിയർ വൺസ്. ആ ഒരു ഫീലിംഗ് ഇപ്പോൾ ഇന്ന് നഷ്ടപ്പെടുന്നു. അല്ലെ, വെർച്വാലിറ്റി വർദ്ധിക്കുന്നു, പക്ഷെ ഫീലിംഗ് ഇല്ല. അല്ലെ, അതീന്ദ്രിയമായ കാര്യങ്ങൾ നമ്മളെല്ലാം കാണുന്നു, കേൾക്കുന്നു, ബട്ട് വി ആർ നോട്ട് ഫീലിംഗ്. നാലാമത് പറഞ്ഞത് യേശു കർത്താവിനെ ഏറ്റുപറയാനുള്ള, അംഗീകരിക്കാനുള്ള സ്ഥലം. അംഗീകരണം, കൺഫെഷൻസ് ആർ നെസസറി ഇൻ അവർ ഹോംസ്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റുപറയണം, ചില കാര്യങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കണം. യേശു കർത്താവിനെ തോമസ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് അംഗീകരിക്കുന്നു, ഏറ്റെടുക്കുന്നു, സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വീടിന്റെ ഉള്ളിൽ ചില ഏറ്റുപറച്ചിലുകൾ, ഏറ്റെടുക്കലുകളൊക്കെ ഉണ്ടാവണം. We need to confess Jesus, God inside our home. അത് പള്ളിയിലോ തീർത്ഥാടനത്തിന് പോകുമ്പോഴോ ഒന്നുമല്ല. കർത്താവിനെ അംഗീകരിക്കാൻ, ഏറ്റുപറയാൻ, അതിന്റെ ഏറ്റവും വലിയ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫെയ്ത്താണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫെയ്ത്താണ്. അല്ലാതെ കാശ് മുടക്കി തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ടൊന്നുമല്ല നമ്മൾ ദൈവത്തെ അംഗീകരിക്കുന്നത്. നമ്മുടെ ക്രിസ്തു അങ്ങനെ, കാരണം ക്രിസ്തു ആളുകളെ ഇങ്ങോട്ട് വിളിച്ചില്ല. യേശു ആളുകളുടെ അടുത്തേക്ക് പോയ കർത്താവ്. യേശു കാണാതെ പോയതിനെ അന്വേഷിച്ച് ചെന്ന കർത്താവ്. അല്ലാതെ നമ്മുടെ ദൈവം കാണാതെ പോയിട്ട് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. God is always in search of the lost. അപ്പോൾ we have to confess Christ in our lives, in our homes. ഇത് വളരെ ആവശ്യമാണ്. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, അല്ലേ? അത് വീടിൻ്റെ ഉള്ളിൽ നമുക്ക് പറയാനായിട്ട് പറ്റണം. നമ്മൾ പറയത്തില്ല എൻ്റെ ദൈവമേ, അല്ലേ? ഒരു തമാശയാണ്, നിങ്ങൾ വേറെ രീതിയിൽ ചിത്രീകരിക്കരുത്. ഞാനത് പറയുമ്പോൾ അത് വലിയ കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ഒരു സ്റ്റോറിയാണ്. യാക്കോബായ സഭയിലെ റിട്ടയർ ചെയ്ത് ഇപ്പോൾ വീണ്ടും അദ്ദേഹം ശുശ്രൂഷയിൽ പ്രവേശിച്ചു. ഗീവർഗീസ് മാർ കൂർലോസ് ബിഷപ്പ്, ഒരു ചുമന്ന ബിഷപ്പ് എന്നാ പറയാം. അദ്ദേഹത്തിന് ഇച്ചിരി വിപ്ലവകരമായ ചിന്ത കൂടുതലുള്ള ഒരു ബിഷപ്പാണ്. പല സന്ദർഭങ്ങളിൽ ബിഷപ്പിനെ കേൾക്കാനും ബിഷപ്പിനോടൊപ്പം സഞ്ചരിക്കാനും സംവദിക്കാനും ഒക്കെയുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ ഒരു കഥ പറഞ്ഞു. അദ്ദേഹത്തിന്റെ സ്വന്തം സ്റ്റോറിയാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഒരു കഥ പറഞ്ഞിങ്ങനെ, ഒരിക്കൽ ക്ലാസ്സിൽ ഒരു അധ്യാപകൻ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, വെർ ഈസ് ഗോഡ്, വെർ ഈസ് ഗോഡ്. അപ്പോ പലരും പല സ്ഥലങ്ങൾ പറഞ്ഞു. ഉള്ളിലാണ്, നമ്മുടെ ഉള്ളിലാണെന്ന് പറഞ്ഞു, ദേവാലയത്തിലാണെന്ന് പറഞ്ഞു, വേദപുസ്തകത്തിലാണെന്ന് പറഞ്ഞു, കുർബാനയിലാണെന്ന് പറഞ്ഞു. അങ്ങനെ പല 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 ഉത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടും ഈ ടീച്ചറിന് സംതൃപ്തി ഉണ്ടായില്ല. അപ്പോ ഒരു കുട്ടി, അത് കേട്ടിരുന്ന ഒരു കുട്ടി പറഞ്ഞു, ദൈവം ഞങ്ങളുടെ വീട്ടിന്റെ ബാത്റൂമിനകത്താണ്. ഗോഡ് ഈസ് ഇൻ അവർ ബാത്റൂം. പെട്ടെന്ന് എല്ലാവരും ഷോക്ക്ഡായി. അപ്പം ഈ അധ്യാപകനും കുട്ടി അവനോട് ചോദിച്ചു, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ദൈവം നിന്റെ ബാത്റൂമിനകത്താണ്. അപ്പോ അവൻ പറഞ്ഞു, എന്നും എൻ്റെ അപ്പൻ ബാത്റൂമിന്റെ വാതൊക്കെ നിന്നുകൊണ്ട് പറയാം, എൻ്റെ ദൈവം എനിക്ക് ഇതുവരെ ഇറങ്ങിയില്ലേ എന്ന് പറയുന്നത് കേട്ടോണ്ടാണ് ഞാൻ ഉണരാ. ബാത്റൂമിനകത്ത് വാതിൽക്ക് മുട്ടിയിട്ട് ഈ അപ്പൻ എന്നും രാവിലെ വിളിച്ചു പറയുന്നത്, എൻ്റെ ദൈവമേ നീ ഇവരെ ഇറങ്ങിയില്ലേ. അപ്പോ അവന്റെ ചിന്ത ദൈവം ബാത്റൂമിലാണ്. അപ്പോ ദൈവം എവിടെങ്കിലും ഒന്നുമല്ല, ദൈവം നമ്മോടൊപ്പമാണ്. ആ ഒരു വലിയ വിവേകം തീർച്ചയായിട്ടും നമുക്കുണ്ടാകണം.
ഗോഡ് ഈസ് ഓൾവേസ് ഇൻ സെർച്ച് ഫോർ അസ്. ദൈവം നമ്മളെ അന്വേഷിക്കുന്ന, കാണാതെ പോയതിനെ അന്വേഷിക്കുന്ന ഒരു ദൈവം. സോ ആ ഒരു ദൈവത്തെ അംഗീകരിക്കാനായിട്ട്, ഏറ്റെടുക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭവനത്തിന്റെ ഉള്ളിൽ നമുക്ക് സാധിക്കണം. നാലാമത്തെ ചിന്ത അതായത്, ഇന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 21-ാമത്തെ വാക്യം, പിന്നെയും അവൻ അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു കർത്താവ് ഇത് ചെയ്യുന്നത് വീടിന്റെ ഉള്ളിലാണ്, അല്ലേ? യേശു കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന ഭവനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ്, ശിഷ്യന്മാരുടെ നടുവിൽ നിന്നുകൊണ്ടാണ് യേശു കർത്താവ് ഈ ഒരു വലിയ പ്രവൃത്തി, ഈ ഒരു വലിയ കർമ്മം ചെയ്യുന്നത്. എന്താണ് ഈ കർമ്മത്തിന്റെ സമഗ്രത? ഈ കാര്യങ്ങളിലൂടെ യേശു കർത്താവ് അവരോട് സമാധാനം എന്ന് പറഞ്ഞു. അതിനുശേഷം യേശു കർത്താവ് അവരുടെ മേൽ ഊതി. എന്നിട്ട് യേശു കർത്താവ് അവരോട് പറയുന്നു, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുക. കാരണം നിങ്ങൾ ആരുടെ പാപങ്ങളാണോ മോചിക്കുന്നത്, ആ പാപങ്ങൾ നിങ്ങൾ മോചിക്കപ്പെട്ടിരിക്കും. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നില്ലയോ, നിർത്തുന്നുവോ, അത് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്താണിത് സൂചിപ്പിക്കുന്നത്? യേശു കർത്താവ് ഈ ശിഷ്യന്മാർക്ക് ഒരു നിയോഗം നൽകുകയാണ്. കമ്മീഷൻ എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, കമ്മീഷനിങ്. യേശു കർത്താവ് ഈ ശിഷ്യന്മാരെ ഈ ശുശ്രൂഷക്കായിട്ട്, ഈ വലിയ ദൗത്യത്തിനായിട്ട്, വലിയ ചുമതലക്കായിട്ട്, ദൈവം ക്രിസ്തുവിനെ ഭരമേൽപ്പിച്ച ഈ ദൗത്യത്തിൽ പങ്കാളികളായി തീരുവാനായിട്ട് യേശു കർത്താവ് ഇവരെ നിയോഗിക്കുന്നത് ഈ വീടിന്റെ ഉള്ളിലാണ്. കമ്മീഷനിങ്, നിയോഗങ്ങൾ, നിയോഗിക്കലുകൾ. നമുക്കറിയാം, നമ്മുടെ സഭയിലും ഇത്തരത്തിലുള്ള കമ്മീഷനിങ്സ് ഉണ്ട്. ഓരോരോ ചുമതലകളിലേക്ക് നമ്മൾ ഭരമേൽക്കുമ്പോൾ നമ്മൾ കമ്മീഷനിങ് സർവീസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ അതിനെ പ്രാദേശികമായി ഡെഡിക്കേഷൻസ് എന്ന് പറയല്ലേ. നമ്മുടെ സംഘടനാ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുമ്പോൾ, ചർച്ച് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുമ്പോൾ, പുതിയ ആളുകളെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അവർക്ക് ഡെഡിക്കേഷൻ നടത്തും. അതൊരു തരത്തിലുള്ള കമ്മീഷനിങ് ആണ്. കുറച്ചുകൂടെ അതിന്റെ ഒരു ലാർജർ, വൈഡർ സ്കെയിൽ, വൈഡർ അർത്ഥത്തിൽ നമ്മൾ പറഞ്ഞാൽ, ഇപ്പോൾ സഭയിൽ ഓരോരോ ശുശ്രൂഷാ സ്ഥാനങ്ങളിലേക്ക് ഏറ്റെടുക്കുന്നവരുണ്ട്. ഇപ്പോൾ ഹെൽപ്പേഴ്സ് ആയിട്ട്, റീഡേഴ്സ് ആയിട്ട്, കാറ്റക്കിസ്റ്റ് ആയിട്ട്, ഇവാഞ്ചലിസ്റ്റുകളായിട്ട്, ഡീക്കന്മാരായിട്ട്, പട്ടക്കാരായിട്ട്, കശീശന്മാരായിട്ട്, അല്ലെങ്കിൽ പ്രസ്ബിറ്ററന്മാരായിട്ട്, ബിഷപ്പന്മാരായിട്ട്, മോഡറേറ്റേഴ്സ്, അങ്ങനെയുള്ള സ്ഥാനങ്ങളിലേക്ക് നിയോഗിക്കുന്ന ആ സർവീസുകൾക്ക് പല പേരുകളാണ്. ഓർഡിനേഷൻ എന്ന് പേരുണ്ട്, കോൺസെക്രേഷൻ എന്ന് പേരുണ്ട്. ഇതൊരു കമ്മീഷനിങ് ആണ്, നിയോഗിക്കലാണ്. അത് വളരെ ലിറ്റർജിക്കൽ ആയിട്ട് ആരാധനാക്രമയും പാട്ടും പരിപാടിയും ഒരു വലിയ സമൂഹവും ഒക്കെ നമ്മൾ അതിനെ വളരെ ഒരു ലാർജർ സ്കെയിലിൽ ഒരു സെലിബ്രേഷൻ ആകുമ്പോൾ, യഥാർത്ഥത്തിൽ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ഈ ശിഷ്യരെ തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട്, ദൈവരാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ട്, സഭയുടെ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഇടം എന്ന് പറയുന്നത് വീടാ. നമുക്കറിയാം, ആദിമ കാലഘട്ടങ്ങളിൽ സഭയുടെ തുടക്കം നമ്മൾ ചരിത്രപരമായിട്ട് പഠിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള നിയോഗങ്ങളും നടന്നിരുന്നത് വീടിന്റെ ഉള്ളിലാണ്. കാരണം വീട് മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അവർക്ക് കോമൺ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇല്ലായിരുന്നു. പൊതുസ്ഥലങ്ങളെയൊക്കെ അവർക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു. ദേവാലയത്തിൽ പോകാനൊക്കത്തില്ല. പൊതു ഇടങ്ങളിൽ പോയി നിന്നുകൊണ്ട് യേശു കർത്താവാണെന്ന് പറയാൻ കഴിയില്ല, ആരാധിക്കാൻ കഴിയില്ല. ക്രൂശിക്കപ്പെട്ടവനെ എൻ്റെ വീണ്ടെടുപ്പുകാരനാണെന്ന് പറയാൻ, അതൊക്കെ വലിയ കുഴപ്പങ്ങളും വലിയ ചാലഞ്ചസും വലിയ വെല്ലുവിളികളും വലിയ എതിർപ്പുകളും ഒക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു കാലത്ത്. അതുകൊണ്ട് അവർ വീടുകളില്ല ഒരുമിച്ച് കൂടി ആരാധിച്ചത്. ഹൗസ് ചർച്ചസ് നമുക്കറിയാം. ചില 1-2 അങ്ങനെ പല വീടുകൾ ഉണ്ടാകുമ്പോൾ അവർ ആ വീടുകളിൽ ചേർന്ന് ഒരുമിച്ച് ചിലപ്പോൾ ആരാധിക്കും, വല്ലപ്പോഴും ഒക്കെ, അല്ലെ? അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളിലൂടെയാണ് സഭ ആദിമ കാലഘട്ടങ്ങളിൽ വളർന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ശുശ്രൂഷകളും നിയോഗങ്ങളും ഒക്കെ നടന്നിരുന്നത് ചരിത്രപരമായി പറയുമ്പോൾ അത് വീടിന്റെ ഉള്ളിലാണ്. പിന്നീടാണ് വലിയ കത്തീഡ്രലുകളും ദേവാലയങ്ങളും ഈ സംവിധാനങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെ നമുക്കുണ്ടായത്. അത്
ഇത് നടത്തപ്പെടുന്ന സ്ഥലം വലുതായതനുസരിച്ച് ഈ നടത്തുന്ന രീതികളും വലുതായി. അങ്ങനെയാണ്. അപ്പോ സഭ, ദൈവജനം, ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കപ്പെടുന്ന യേശു കർത്താവ്, പുനരുത്ഥാനം ചെയ്ത യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ, തന്റെ പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടുള്ള ദൈവത്തിന്റെ പദ്ധതിയിൽ പങ്കാളികളായിട്ട് അവരെ നിയോഗിക്കുകയാണ്. നൗ യു കണ്ടിന്യൂ ദ മിഷൻ. നിങ്ങള് ദൈവം എന്നെ ഭരമേൽപ്പിച്ച ഈ ശുശ്രൂഷ തുടരുക. നിയോഗിക്കലുകൾ, ഉത്തരവാദിത്വങ്ങളുടെ ഏറ്റെടുക്കലുണ്ടാവും. അതാണ് നിയോഗിക്കുക എന്ന് പറഞ്ഞ ചുമതല ഏൽപ്പിക്കുക. യു ഡു ദിസ്, ഗിവിംഗ് us assignments to complete, to fulfill. നമ്മുടെയൊക്കെ വീടുകളിൽ ചില നിയോഗങ്ങളുണ്ട്. നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഭരമേൽക്കേണ്ടതായിട്ട്. യു cannot be irresponsible in our homes. അല്ലെ, നമുക്ക് ഒരിക്കലും നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഉത്തരവാദിത്വ രഹിതരായിരിക്കാനായിട്ട് സാധിക്കുകയില്ല. ഐ തിങ്ക് നമ്മുടെ വീടിന്റെ ഉള്ളിലാകണം നമ്മൾ ഏറ്റവും അധികം ഉത്തരവാദിത്വം. ചിലർക്ക്, എനിക്ക് വലിയ പ്രയാസമാണ് ഈ വീടിന്റെ പല ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാൻ. ഇങ്ങനെ വേദപുസ്തകമൊക്കെ വായിച്ച് നിങ്ങളോടൊക്കെ പ്രസംഗിച്ച് ആരാധനയൊക്കെ എടുത്ത് നടക്കാനായിട്ടാണ് എനിക്കിഷ്ടം. വീടിന്റെ പല കാര്യങ്ങളും ഐ വിൽ ബി സ്ട്രെസ്ഡ്. പല ടെൻഷൻസാണ് ഈ ദിവസങ്ങളിലൊക്കെ. ഒരുപാട് ടെൻഷൻസ് ഉണ്ട് എനിക്ക്. വീടിന്റെ ടെൻഷൻസ്, റിക്വയർമെന്റ്സ്, ഡിമാൻഡ്സ്, അല്ലേ, സ്ട്രെസ്ഡ് ഔട്ട്. ചിലരൊക്കെ വളരെ എക്സ്പെർട്ടാണ് അതിൽ. സം പീപ്പിൾ ആർ വെരി ഗുഡ് ഇൻ ഡീലിംഗ് വിത്ത് ദി ഇന്റേണൽ തിങ്സ്. നോക്കൂ, ദിസ് ആൻ ഇന്റേണലി കമ്മീഷനിങ്, ഡൊമസ്റ്റിക് കമ്മീഷനിങ്, അല്ലെ. വീടിന്റെ ഉള്ളിൽ ആന്തരികമായി, ആഭ്യന്തരമായി അവരെ ദൈവം നിയോഗിക്കുക. നമ്മുടെ ചില ആഭ്യന്തര നിയോഗങ്ങളുണ്ട്, ഇന്റേണൽ കമ്മീഷൻസ്. ഉള്ളിൽ നമുക്ക് ചില നിയോഗങ്ങൾ, അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഉത്തരവാദിത്തങ്ങൾ പരമേൽപ്പിക്കുന്നതിന്റെ ഒരു വലിയ ബേസിക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റീസ്, ആഭ്യന്തരമായ കാര്യങ്ങൾ. സഭയുടെ ഒരു ചുമതല എടുക്കുന്ന സമയത്ത് അതിനകത്ത് വളരെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള, ദൈവം നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്ന വളരെ ജിയോഗ്രഫിക്കലി ഡിഫൈൻഡ് ആയിട്ടുള്ള ചില നിയോഗങ്ങൾ നമുക്ക് ഉണ്ട്. അത് മറന്നു പോകരുത്. അല്ല, ഞങ്ങളെയൊക്കെ പട്ടം കിട്ടുമ്പോൾ പറയുന്നത്, മധ്യകേരള മഹായിടവകയിൽ CSL ഒരു വൈദികനായിട്ട് ഞങ്ങളെ പട്ടം ഏൽപ്പിക്കുന്നത്, നിങ്ങൾ വേദപുസ്തകം പറയാനും ദൈവജനങ്ങളെ ശുശ്രൂഷിക്കാനും സക്രമന്തുകൾ നടത്താനും ആരാധനകൾ നടത്താനും ഒക്കെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ നിയോഗിക്കുന്നു. അതിനായിട്ട് ഇന്നടത്ത് ഇന്നയാള് പട്ടം കെട്ടപ്പെടുന്നു. അതാണ് നിയോഗം, അല്ലേ? അങ്ങനെയാണ് പറയുന്നത്. വളരെ ഡിഫൈൻഡ് ആയിട്ടുള്ള. എന്നാൽ അത് മാത്രമല്ല, ദാറ്റ് ഈസ് ദ ബേസിക് തിങ്. വി ഹാവ് ടു ഗോ ബിയോണ്ട് അവർ കമ്മീഷൻസ്. നമ്മുടെ നിയോഗങ്ങൾക്ക് അപ്പുറമായിട്ട് നമ്മൾ സഞ്ചരിക്കേണ്ടവരായിട്ടുണ്ട്, പ്രവർത്തിക്കേണ്ടവരായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നിയോഗങ്ങളെ, ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളെ തിരിച്ചറിയാനും ആ നിയോഗം നിരന്തരം ഓർമ്മിക്കപ്പെടാനുമുള്ള ഇടമാണ് നമ്മളുടെ വീടുകൾ. യേശു കർത്താവ് എന്താ അവരോട് പറഞ്ഞത്? യേശു കർത്താവ് അവരുടെ മേൽ ഊതി, അല്ലേ? നിയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ കടമകളുടെ, നമ്മുടെ ഉത്തരവാദിത്വങ്ങളുടെ, നമ്മുടെ ചുമതലകളുടെ ഓർമ്മപ്പെടുത്തുക. നമ്മുടെ ചില കാര്യങ്ങളൊക്കെ നിർവഹിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാ. ചിലതൊക്കെ ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്, ചില ചുമതലകൾ. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ മുങ്ങും, അനങ്ങത്തില്ല, അല്ലേ? നമുക്ക് പ്രാർത്ഥിക്കാനും പാടാനും ശുശ്രൂഷകളിൽ പങ്കെടുക്കാനും ഒക്കെ ദൈവം നമുക്ക് വലിയ ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. അത് പറയുമ്പോൾ ഓടിപ്പോവരുത്. എൻ്റെ ഒരു വലിയ ആഗ്രഹം അതാ. നമ്മൾ എത്ര കാലം ഇവിടെ ശുശ്രൂഷിക്കുമെന്ന് അറിയത്തില്ല. നമ്മുടെ ജനങ്ങൾ ദൈവവചനം പറയാനും പ്രാർത്ഥിക്കാനും അതൊക്കെ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ സവിശേഷതകളാണ്. പ്രാർത്ഥിക്കുന്നവർ, അത് പരസ്യമായിട്ടും രഹസ്യമായിട്ടും. ഒരു അവസരം കിട്ടുവാണെങ്കിൽ ദൈവത്തിന്റെ വചനം അല്പനേരം പഠിച്ച് മനസ്സിലാക്കി സമയമെടുത്ത് പഠിച്ച് അത് ജനങ്ങളോട് പങ്കുവെക്കുക.
നമുക്കെപ്പോഴും ആളുകളെ ഇമ്പോർട്ട് ചെയ്യാൻ നോക്കില്ലല്ലോ. നമുക്ക് ഇറക്കുമതി ചെയ്യാനൊക്കത്തില്ല. ഇറക്കുമതി പ്രഭാഷകരുടെ കാലം. ഞാനും ഒരു ഇറക്കുമതി തിരക്കായിരുന്നു കുറെ കാലമായിട്ട്. ആരെങ്കിലുമൊക്കെ നമ്മളെ ഇറക്കുമതി ചെയ്ത് നമ്മുടെ അവിടുത്തെ പരിപാടിയൊക്കെ നടത്തി പിന്നെ നമ്മളെ കയറ്റുമതി ചെയ്യും. നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഓരോ വിശ്വാസിക്കും, ഓരോ കുടുംബത്തിനും സഭയ്ക്കുള്ളിൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. അത് മറന്നു പോകരുത്. യേശു കർത്താവ് സഭയെ, ദൈവജനത്തെ നിയോഗിക്കുന്നത് അങ്ങനെയാണ്. എന്താണ് പറയുന്നത്? അതിനെ പറയുന്നത് യേശു അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുക എന്ന്. ഈ ഞങ്ങൾ ഓർഡിനേഷന്റെ സമയത്തും ബിഷപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓർഡിനേഷന് തൊട്ട് മുൻപ് പരിശുദ്ധാത്മാവേ വരിക എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. നമ്മുടെ കൺഫർമേഷന്റെ സമയത്ത് അങ്ങനെ ഒരു പാട്ടുണ്ട്. ബിഷപ്പ് മുട്ടുകുത്തി മുട്ടിന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും. ഇവരുടെ മേൽ കൈവെക്കുമ്പോൾ ഇവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നതിന് വേണ്ടി. പരിശുദ്ധാത്മാവ് വരുമോ എന്നോ നമുക്കറിയത്തില്ല, വന്നോന്നറിയത്തില്ല, വരുമോ എന്നറിയത്തില്ല. പക്ഷെ അതൊരു വലിയൊരു സിമ്പലാ. ഒരു സത്യത്തെ നമ്മൾ ആഘോഷിക്കുക, ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ ആഘോഷിക്കുക. യേശുക്രിസ്തു അവരുടെ മേൽ ഊതി. ചില ഈ ഓർത്തഡോക്സ് മാർത്തോമാ സഭകളിലൊക്കെ മെത്രാപ്പോലിത്ത കസേര ഇരുന്നിട്ട് ഈ പട്ടം കിട്ടുന്നവരുടെ മേലിങ്ങനെ ഊതും, കുരിശിങ്ങനെ ഊതുന്നു. കർത്താവ് ചെയ്ത പണിയൊക്കെ നമ്മളിപ്പോ ചെയ്യുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആ. അത് വേറൊരു വിഷയം. അത് നമുക്ക് ആ ഭാഗത്തേക്ക് നമ്മൾ കടന്നു പോകണം. പക്ഷെ നമ്മളത് ഓർക്കുകയാണ്. അത് കർത്താവ് അവരുടെ മേൽ, ആ ശിഷ്യന്മാരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ നൽകി. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം നമ്മൾ വിശദമായിട്ട് പഠിച്ചാണ്. കാറ്റടിച്ചു എന്നാ പറഞ്ഞത്. അവരുടെ മേൽ കാറ്റടിച്ചു. ആത്മാവ്, കാറ്റ്, എനർജി, ദ പവർ ഓഫ് ഗോഡ്. അത് നമുക്കറിയാം. ദൈവം, യഹോവയായ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോഴും അങ്ങനെയാണ്. അവരുടെ മണ്ണ് കൊണ്ട് രൂപമുണ്ടാക്കി അവരുടെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി എന്ന് പറയുമ്പോൾ ഒരു എനർജി ട്രാൻസ്മിഷൻ സംഭവിക്കുക, ഒരു ഊർജം, ഒരു ശക്തി പ്രദാനം ചെയ്യുക, ടു ഡു. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ കഴിവോ നമ്മളുടെ കാറ്റിലോ അല്ല, നമ്മളുടെ ഊർജത്തിലല്ല, കർത്താവിൻ്റെ ആത്മാവിൽ, കർത്താവിൻ്റെ ഊർജത്തിൽ, കർത്താവിൻ്റെ മനസ്സോടുകൂടെ നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യണം, അല്ലേ? എന്നിട്ട് അവർ പറയുന്നു, ഊതിയിട്ട് പറയുന്നു, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുക, റിസീവ് ദ ഹോളി സ്പിരിറ്റ്. അതാണ് പ്രശ്നം. ഈ കാറ്റടിക്കുന്ന എല്ലാ കാറ്റും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. വി നീഡ് ടു റിസീവ് സർട്ടൻ തിങ്സ്. ഇറ്റ്സ് നോട്ട് സിംപ്ലി ഓഫ് ഗിവിങ്. നൽകുന്നതിന്റെ മാത്രം പ്രശ്നമല്ല, നമുക്ക് നൽകപ്പെട്ടതൊക്കെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? ആർ വി റെഡി ടു റിസീവ്? റിസെപ്റ്റീവ്. His church is becoming a receptive church. His church is receptive to the Holy Spirit. യേശു കർത്താവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമുക്ക് സഭയ്ക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. യേശു കർത്താവ് ഊതി കൈക്കൊള്ളൂ. എല്ലാവരും കൈക്കൊണ്ടോ? ഒരേപോലെ കൈക്കൊണ്ടോ? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറയുന്ന എല്ലാവരുടെ മേലും ആത്മാവ് പിളർന്നിരിക്കുന്ന ആത്മനാവും പോലെ അവരുടെ മേൽ പ്രത്യക്ഷപ്പെട്ടു, അവരുടെ മേൽ വന്നു, ഇരുന്നു എന്നാവാം, അല്ലേ? Receiving the Holy Spirit. നൽകിയത് കൊണ്ട് മാത്രം കാര്യമില്ല. Giving is a reality. But are we receiving this power? നമ്മൾ യഥാർത്ഥത്തിൽ ഈ ആത്മാവ് സ്വീകരിക്കുന്നുണ്ടോ? ഈ ആത്മാവിനെ നമ്മൾ കൈക്കൊള്ളുന്നുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവമേറിയ ചോദ്യമാണ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് നിയോഗത്തിന്റെ ഏറ്റവും പരമമായിട്ടുള്ള ലക്ഷ്യം. Unless and until we receive the power of the Holy Spirit, we cannot fulfill the commission, the great commission of God. ദൈവത്തിന്റെ നിയോഗത്തെ പൂർത്തീകരിക്കുന്നതിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വളരെ വലുതാണ്. മറന്നുപോകരുത്. എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും ഫെയില്യുവർ ആകുന്നത്, നമ്മൾ ഗ്രേറ്റ് കമ്മീഷന് പകരം മറ്റു പല കമ്മീഷൻസും അടിച്ചു മാറ്റുന്നതിന്റെ കാരണം നമ്മളിൽ ആത്മാവില്ലാത്തതാണ്, അല്ലേ? കാശ് കൊടുത്ത് കൈവെപ്പ് വാങ്ങിക്കുന്നവരുണ്ട്. കാശ് കൊടുത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ചെയ്യും. എന്തൊരു ഭീകരമാണ് ആലോചിച്ച് നോക്കി നിങ്ങൾ. അത് ഓർക്കുമ്പോൾ നമ്മൾ നടുങ്ങും, വിറയ്ക്കും. പണം കൊടുത്ത്
കൈക്കൂലി കൊടുത്ത്, കൈമണി കൊടുത്ത്, കൈമണി അടിച്ച് നേടേണ്ടതാണോ ഈ നിയോഗങ്ങൾ? ഞാനൊരു ലാർജർ സ്കെയിലിൽ പറയാം. നമ്മുടെ സഭയിൽ അത് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അത് ഓർത്തപ്പോൾ എനിക്ക് ഉണ്ടായ നടുക്കം ഞാൻ നിങ്ങളോട് കൂടെ പങ്കുവയ്ക്കുക. അതൊരു റിസപ്ഷൻ അല്ല. സ്വീകരിക്കാൻ, സൗജന്യമായിട്ട് സ്വീകരിക്കാനേ പറ്റും. കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. കനോട്ട് ബ്രൈബ്, യു കനോട്ട് ബൈ. എല്ലാ വിനയത്തോടും എല്ലാ വിശുദ്ധിയോടും എല്ലാ സമർപ്പണത്തോടും കൂടെ നമുക്കത് സ്വീകരിക്കാനേ പറ്റത്തുള്ളൂ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി this we lack in our church, the reception of the Holy Spirit. ദൈവത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മുടെ ഒക്കെ മത്സരത്തിന്റെ ആത്മാവാണ്, വെറുപ്പിന്റെ ആത്മാവ്, പ്രതികാരത്തിന്റെ ആത്മാവാണ്, പകരം ചോദിക്കലിന്റെ ആത്മാവ്, കൂട്ടുകെട്ടുകളുടെ ആത്മാവ്. I tell you very frankly, this is wrong. ദൈവത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കാനായിട്ട് നമുക്ക് പറ്റണം. അപ്പൊ നിയോഗം അത് മനസ്സിലാക്കണമെങ്കിൽ, അത് പൂർത്തിയാക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ആവശ്യമാണ്. We have to receive the Holy Spirit. എന്നിട്ട് യേശു കർത്താവ് പറയുന്നു, ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നു? See, we are commissioned to forgive sins. പാപങ്ങൾ ക്ഷമിക്കാനും പൊറുക്കാനുമാണ് ദൈവം നമ്മളെ നിയോഗിച്ചേക്കുന്നത്. ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുക, അതിന് പരിശുദ്ധാത്മാവിന്റെ വലിയ വ്യാപാര ശക്തി വേണം കേട്ടോ. എന്നോട് പിണങ്ങല്ലേ. എപ്പോഴെല്ലാം നമ്മൾ ശത്രുതയുണ്ടോ, എപ്പോഴെല്ലാം നമ്മൾ വെറുക്കുന്നു, അത് കാരണം ഉണ്ടായിട്ടും കാരണമില്ലാതെ, then we are not receiving the Holy Spirit. നമ്മൾ ക്ഷമിക്കാൻ വിളിക്കപ്പെട്ടവർ, ക്ഷമിക്കാൻ വിളിക്കപ്പെട്ടവർ. ചില പാപങ്ങളൊക്കെ നമുക്ക് നിർത്താനേ പറ്റത്തുള്ളൂ. ഇറ്റ്സ് നോട്ട് അബൌട്ട് അൺഫോർഗിവിംഗ്. ക്ഷമിക്കാനായിട്ടല്ല പറ്റത്തുള്ളൂ. ചിലതൊക്കെ നമുക്ക് പറ്റത്തില്ലല്ലോ, അല്ലേ? ആരുടെ പാപങ്ങൾ നിങ്ങൾ നിർത്തുന്നു, അതൊരു കുറച്ചുകൂടെ പ്രശ്നമുള്ള ഒരു വാക്കാണ്. ഇങ്ങനെ പാപങ്ങളെ എങ്ങനെയാ നിർത്താൻ പറ്റുക? പാപം നിർത്തിക്കുവാണോ, അതോ പാപിയെ നിർത്തുവാണോ, അതോ പാപം ക്ഷമിക്കാതിരിക്കുവാണോ? അങ്ങനെ പെട്ടെന്ന് വ്യാഖ്യാനിക്കും. കാരണം അപ്പുറത്ത് ആരുടെ പാപങ്ങൾ നിങ്ങൾ ക്ഷമിക്കുന്നുവോ അവരോട് ക്ഷമിച്ചിരിക്കും. ആരുടെ പാപങ്ങൾ നിങ്ങൾ നിർത്തുന്നുവോ, നിർത്തുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ട്. അതൊരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു വാക്കാണ്. Are we ending the sin, or are we keeping their sin to remain in them? I think that is not the purpose of God. ഒരു മനുഷ്യനും പാപിയായി തുടരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ മനസ്സും ദൈവത്തിന്റെ ഇഷ്ടവും അതല്ല. Everyone should be forgiven of their sins if they confess. അതാണ് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ചിലരുടെ പാപങ്ങൾ പശ്ചാത്താപമില്ലാത്ത ചില പാപങ്ങൾ, അനുതാപമില്ലാത്ത പാപം, അത് അവർ തന്നെ നിർത്തുകയാണ്. If we are not repenting of our sins, then the sin remain with us. And അത് ഈ ക്ഷമിക്കുന്നവർക്ക് യാതൊന്നും ചെയ്യാനില്ല എന്നുള്ളത്. They themselves stop. അപ്പൊ അതുകൊണ്ട് power is given to us to forgive sins. പാപങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കാനായിട്ട് നമുക്ക് കഴിയണം. A community is built on forgiveness. ക്ഷമ നമുക്കൊരാവശ്യമാണ്. അതിനുശേഷമാണ് യേശു കർത്താവ് ഇവരെ അയക്കുന്നത്. യേശു കർത്താവ് അവരെ നിയോഗിച്ച് അയക്കും. So reception of the Holy Spirit, cancellation of sins, going out for Christ. ഇതാണ് നമ്മുടെ നിയോഗത്തിന്റെ സംഗ്രഹം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മൾ ഇന്ന് ഈ ചിന്ത
ഈ ഭാഗം, രണ്ടാമത്തെ ഭാഗം അവസാനിക്കുക. വീടിന്റെ ഉള്ളിലുള്ള നമ്മുടെ ചിന്തകൾ. അഞ്ചാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് നമ്മുടെ വീട് നിയോഗങ്ങൾ ഏറ്റെടുക്കാനുള്ള സ്ഥലമാണ്. നിയോഗിക്കാനും നിയോഗങ്ങൾ ഏറ്റെടുക്കാനും ഉള്ള ഇടം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള ഇടം. ക്ഷമിക്കാനും പൊറുക്കാനും പാപങ്ങളെ റദ്ദു ചെയ്യാനും ഉള്ള ഇടം. കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാനുള്ള ഇടം. അയക്കപ്പെടുവാനുള്ള ഇടം. വീടുകൾ വേണം അയക്കാൻ. വീടുകൾ തിരിച്ചു വിളിക്കരുത്, അല്ലേ? ഈ വീടുകൾ നമ്മളെ പിറകോട്ട് വലിച്ച വലിയ പ്രോബ്ലമാണ് ശുശ്രൂഷകരെ സംബന്ധിച്ച്. പലപ്പോഴും മിക്കപ്പോഴും വീടുകൾ ശുശ്രൂഷകൾക്കൊരു വലിയ ബാധ്യതയായി തീരാറുണ്ട്. ഈ പൊതുപ്രവർത്തകർക്കെല്ലാം, പൊതുപ്രവർത്തകർ ഞാൻ ഉദാഹരണത്തിന് പറയുന്നത്, വീടൊരു വലിയ പ്രശ്നമാണ്. വീട്ടുകാർക്ക് വേണ്ടി ഭരിക്കുന്നവർ, വീട്ടുകാരുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നവരല്ലേ, അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. വീട് ഒരു ക്രിസ്തീയ ഭവനം, ക്രിസ്തുവുള്ള ഭവനം, ക്രിസ്തുവിന് വേണ്ടി അയക്കുന്ന ഭവനം, ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ജീവിതങ്ങളെയും വ്യക്തികളെയും പുറത്തേക്ക് അയക്കുന്ന വീടാണ്. പരിശുദ്ധാത്മാവിനെ കൈക്കൊണ്ട് അതിൻ്റെ ബലത്തിൽ, ശക്തിയിൽ, ക്ഷമിച്ചും സഹിച്ചും, സ്നേഹത്തിൽ, വിനയത്തിൽ, താഴ്മയിൽ കർത്താവിന് വേണ്ടി ഒരുമിച്ച് ജീവിപ്പാനും ചിന്തിപ്പാനും പ്രവർത്തിപ്പാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ വീടുകൾ, നമ്മുടെ ഭവനങ്ങൾ അതിനുവേണ്ടി നമ്മളെ സജ്ജമാക്കട്ടെ. നമ്മുടെ വീടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന വീടുകളാകണം. ബന്ധങ്ങൾ തുറന്ന ഓപ്പൺ സ്പേസ് ആകണം. ആശ്വസിപ്പിക്കുന്ന ഇടങ്ങളാകണം. ചില ബോധ്യങ്ങളിലേക്ക് നയിക്കുന്ന ഇടങ്ങളാകണം. ക്രിസ്തുവിനെ, കർത്താവിനെ ഏറ്റുപറയുന്ന ഭവനങ്ങളാകണം. കർത്താവിന് വേണ്ടി നിയോഗിച്ചയക്കുന്ന ഇടങ്ങളാകണം. ഓരോ നിയോഗങ്ങളാണ്. കുഞ്ഞുങ്ങളെ വളർത്തൽ, പ്രായമായവരെ ശുശ്രൂഷിക്കൽ, സ്നേഹിക്കൽ, അതിന് കണക്കൊന്നുമില്ല, അല്ലേ? അതും ഒരു നിയോഗമാണ്. അതിനപ്പുറത്തുണ്ട്. അത് മാത്രമല്ല, അതൊക്കെ നമ്മുടെ ഒരു ബേസിക് കമ്മിറ്റ്മെന്റ്സ്, നിയോഗമാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഒരു വലിയ ഹൃദയവിശാലതയിൽ, താഴ്മയിൽ, വിനയത്തിൽ ജീവിക്കാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഭയായിട്ട്, വ്യക്തികളായിട്ട് സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ പരിപാലിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗ്ഗ പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രിയപിതാവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവെ, കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ രാത്രികൾ ഒക്കെ ഞങ്ങളെ നടത്തി പരിപാലിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. പുതിയ ഒരു ദിവസം കാണുവാൻ തക്കവണ്ണം കർത്താവെ, പുതിയൊരു പ്രഭാതത്തിന്റെ നന്മകൾ അനുഭവിപ്പാൻ, ഈ ദിവസം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ വലുതും ചെറുതുമായ ആവശ്യങ്ങളിലൊക്കെ അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, ഇന്നത്തെ ദിവസം ഞങ്ങൾ കേട്ട വചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ ദൈവമേ, ചില നിയോഗങ്ങൾ ഞങ്ങൾക്ക് മേലുണ്ട്. കർത്താവെ ദൈവമേ, ചില നിയോഗങ്ങളാൽ ഞങ്ങൾ ഈ ലോകത്തിലായിരിക്കുന്നു. അത് മറന്നു പോകുവാൻ ഞങ്ങളെ അവിടുന്ന് അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയാലും, ഏത് പ്രശ്നങ്ങളുടെ മധ്യത്തിൽ കൂടി കടന്നുപോയാലും കർത്താവെ, നീ ഞങ്ങളോട് കൂടെയുണ്ട്. കർത്താവെ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ കരുതുവാൻ, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാനൊക്കെയുള്ള ദൈവകൃപ ഞങ്ങൾക്ക് മേലുണ്ട് എന്ന് തിരിച്ചറിയുവാനുള്ള വിവേകം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയായിട്ട് കർത്താവെ ഞങ്ങളെ അതിനുവേണ്ടി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കർത്താവെ
ഒരു വർഷത്തോളമായിട്ട് ഞങ്ങൾ നടത്തിവരുന്ന പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ സാന്നിധ്യവും കൃപയും കൂടെ ഇരിക്കുന്നത് കൊണ്ട് സ്തോത്രം. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടുന്നത് ഓർത്ത് സ്തോത്രം. അനേക കുടുംബങ്ങളിൽ കർത്താവെ ആശ്വാസം പകരുവാൻ, സമാധാനം പകരുവാൻ, സന്തോഷം പകരുവാൻ ദൈവത്തിന്റെ വചനത്തിന് സാധിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകി തരുന്നത് ഓർത്ത് നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു കർത്താവെ. ദൈവമേ, നിന്റെ മക്കൾക്ക് അവിടുന്ന് ആയുസ്സും ആരോഗ്യവും ബലവും ശക്തിയും ഒക്കെ കൊടുക്കണമേ. ബലഹീനതയിൽ ബലം നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിഷമതകളെല്ലാം നീങ്ങി, സങ്കടങ്ങളെല്ലാം നീങ്ങി, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള തിരിച്ചറിവോടുകൂടി മുൻപോട്ട് യാത്ര ചെയ്യുവാൻ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങൾ കർത്താവെ, ഞങ്ങളുടെ ഭവനങ്ങൾ ആരാധനാലയങ്ങളായി രൂപപ്പെടുവാൻ തക്കവണ്ണം പരസ്പരം മത്സരിക്കുന്നവരായിട്ടല്ല കർത്താവെ. ദൈവമേ, പരസ്പരം സ്നേഹം പങ്കിടുന്ന, സൗഹൃദം പങ്കിടുന്ന, കരുതുന്ന ജീവിതങ്ങളായിട്ട് ഞങ്ങൾ തീരുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ദൈവം എന്നെ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ വഴി നടത്തി, ആ വലിയ സ്നേഹത്തിന് നന്ദി പറയുവാൻ തക്കവണ്ണം സഭയായിട്ട് ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രാർത്ഥിക്കുവാൻ, പാടുവാൻ, കർത്താവെ, ബൈബിൾ വായിക്കുവാൻ ഒക്കെ ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും അവിടുന്ന് ഒരുക്കണമേ കർത്താവെ. എവിടെയായിരുന്നാലും ആര് പറഞ്ഞാലും അതിനൊക്കെ എപ്പോഴും കർത്താവെ ഞങ്ങൾ തയ്യാറായിരിക്കാൻ തക്കവണ്ണം, എൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം നീ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മടി കൂടാതെ കർത്താവെ, സന്തോഷത്തോടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുവാൻ തക്കവണ്ണം സഭയായിട്ട് നിന്റെ മക്കളെ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ, ഒരുക്കണമേ കർത്താവെ. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതികൂല സാഹചര്യത്തിൽ നിന്നും പിതാവ് എല്ലാവരെയും വിടുവിച്ച് കർത്താവ് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. ആ ഒരു വിശ്വാസത്തോടുകൂടി ഞങ്ങളുടെ യാത്ര മുൻപോട്ട് പോകുവാൻ നീ അവിടുന്ന് സഹായിക്കണമേ. ആ യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളിൽ നിന്നും പിതാവ് ഞങ്ങളെ കാത്തുകൊള്ളണമേ, വിടുവിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. തമ്മിൽ കാണുന്നത് വരെയും തിരിച്ചറിവിന്റെ മറവിൽ എല്ലാവരെയും അവിടുന്ന് മറച്ചു കൊള്ളണമേ കർത്താവെ. എല്ലാവരെയും അവിടുന്ന് കാത്തുകൊള്ളണമേ കർത്താവെ. അരുതാത്ത വാർത്തകൾ ഒന്നും തന്നെ ഞങ്ങൾ കേൾപ്പാൻ അനുവദിക്കാതെ വണ്ണം ലോകത്തെയും കർത്താവെ നീ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എല്ലാവരെയും അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ ഞങ്ങൾ എല്ലാവരെയും നിറയ്ക്കണമേ കർത്താവെ. അനുഗ്രഹങ്ങളാൽ അവിടുന്ന് നിറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് അപേക്ഷിക്കുമ്പോൾ കൃപയുണ്ടായി അവിടുന്ന് കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, സ്വർഗത്തിലേക്ക് പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽപ്പെടുത്താതെ രാജ്യവും ശക്തി മഹത്വവും ആമേൻ. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സംസർഗവും സഹവാസവും പ്രിയമുള്ളവരെ നാം എല്ലാവരോടുകൂടെയും നാം ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളോടും നമ്മുടെ എല്ലാ ജീവിത ആവശ്യങ്ങളോടും കൂടെ ഇന്നുമല്ല ഇപ്പോഴും വസിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ കൂട്ടായ്മയിൽ സംബന്ധിച്ച നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. പാട്ടുകൾക്ക് നേതൃത്വം നൽകിയ രശ്മിയോടും സങ്കീർത്തനം വായിച്ച നീതുവിനോടും പ്രാർത്ഥന നയിച്ച റബേക്കയോടുമുള്ള പ്രത്യേകമായ നന്ദി നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ അറിയിക്കുന്നു. നമ്മൾ പതിവായിട്ട് ചെയ്തു വരുന്നത് പോലെ അടുത്ത വെള്ളിയാഴ്ചയും നമുക്ക് പ്രാർത്ഥനയുണ്ടല്ലോ. അതുകൊണ്ട് അടുത്ത ആഴ്ച ഒരാൾ പാട്ട് പാടാനായിട്ട് ഒന്ന് വോളണ്ടിയർ ചെയ്താട്ടെ. മുരളി ആന്റി പറഞ്ഞോ. രണ്ട് സുവിശേഷ ഗാനങ്ങൾ പാടാൻ പറ്റും. സുവിശേഷ ഏത് പാട്ടും പാടാൻ ആന്റി, നോ പ്രോബ്ലം. അങ്ങനെ രണ്ടെണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ആന്റി പാടിക്കോളൂ ധൈര്യമായിട്ട്. താങ്ക് യു. സങ്കീർത്തനം 44 ആരാണ് സങ്കീർത്തനം വായിക്കുന്നത്? ഞാൻ വായിക്കാം. ഷീജ. ഓക്കെ, സാം 44 ഷീജ വായിക്കും. പ്രാർത്ഥിക്കുന്നത് അതിനാണ് താമസം. ആരാണ് പ്രാർത്ഥിക്കുന്നത്? ഇതൊക്കെ ഓരോ നിയോഗമാണ്. സ്വയം നിയോഗം
ഏറ്റെടുക്കണം, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. അച്ഛാ ഞാൻ പ്രാർത്ഥിച്ചോളാം. അന്നമ്മ അന്നമ്മ ജോൺ ജോൺ. ആണ്. ആ ഓക്കെ. താങ്ക് യു. വെൽക്കം. അപ്പോൾ പാട്ട് പാടുന്നത് മെർലി ആൻറ്റി. സങ്കീർത്തനം വായിക്കുന്നത് സാം 44 ഷീജ. പ്രാർത്ഥിക്കുന്നത് അന്നമ്മ ജോൺ ആൻറ്റി. എല്ലാവരോടുമുള്ള നന്ദി. അടുത്ത ആഴ്ച നിങ്ങൾ കുറെ കൂടെ ഒക്കെ വീട്ടിൽ നേരത്തെ തന്നെ പ്രാർത്ഥിച്ചേക്കാം. അടുത്ത ആഴ്ച നമ്മൾ ഓർഡർ മാറ്റും. അടുത്ത ആഴ്ച ആദ്യം പ്രാർത്ഥന, പിന്നെയുള്ളൂ ബാക്കി പരിപാടി. കാരണം അതിനാണ് ആളെ കിട്ടാൻ പ്രയാസം. എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പേടിയാണ്. സത്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പേടിക്കാൻ പാടില്ല. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പേടിച്ചാലും കുഴപ്പമില്ല. പ്രാർത്ഥനയ്ക്ക്, കാരണം അതിന് പിച്ചും ടോണും ഒന്നുമില്ലല്ലോ അല്ലെ? പ്രാർത്ഥിക്കാം, അതിന് അക്ഷരം അറിയണമൊന്നുമില്ല. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ അപ്പച്ചമാരും അമ്മച്ചിമാരും ഒക്കെ അവരൊന്നും പഠിച്ചിട്ടുള്ളവരൊന്നും ആയിരുന്നില്ല. അവരൊക്കെ പ്രാർത്ഥിച്ചില്ല. അവരൊക്കെ ആദ്യം അതാ ചെയ്തത്, പിന്നാണ് ബാക്കിയുള്ളതൊക്കെ ചെയ്തത്. നമ്മൾ പ്രാർത്ഥിക്കാൻ മാത്രം ആളിനെ പിടിക്കാൻ ഭയങ്കര പാടാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ വളരെ ക്വിക്കായിരിക്കണം. അതാണ് നമ്മുടെ എന്താ പറയുന്ന ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റിയുടെ ഒരു ലക്ഷണം. അപ്പം അങ്ങനെ നമ്മൾ വളരണം. അതൊരു വലിയ ആഗ്രഹമാണ് എൻ്റെ. അപ്പം അതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച വരുമ്പോൾ അതിൻ്റെ അടുത്ത ആഴ്ചത്തേക്കുള്ളവരൊക്കെ ഒരുങ്ങണം. പുതിയ ആളുകൾ ഇതൊക്കെ ധൈര്യത്തോടെ ഏറ്റെടുത്ത് ചെയ്യണം. പുതിയ ആളുകളൊക്കെ പലപ്പോഴുമെങ്കിലും ഒക്കെ മുമ്പോട്ട് വരുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. അതൊരു വലിയ നമ്മുടെ സഭയുടെ ഒരു വളർച്ചയുടെ ഒരു വലിയ കാര്യമാണ്. നമുക്കിപ്പോൾ സാമ്പത്തികവും കാര്യങ്ങളും ഒന്നുമില്ല, മറിച്ച് ഇങ്ങനെയുള്ള ആത്മീയമായ കാര്യങ്ങളിൽ ഇടപെടാനും നേതൃത്വം കൊടുക്കാനും കഴിവുള്ള ആളുകൾ അത് നമുക്ക് ആവശ്യമാണ്. അത് നമ്മുടെ സഭയിൽ ഉണ്ടാകണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അതിനു വേണ്ടിയിട്ട് ഒരുങ്ങണം. നമ്മളെല്ലാവരും രഹസ്യമായിട്ട് മാത്രമല്ല, പരസ്യമായിട്ട് പ്രാർത്ഥിക്കാനും നമ്മൾ ധൈര്യം കാണിക്കണം. വിശ്വാസത്തിൻ്റെ ധൈര്യം. നമ്മളങ്ങ് ഒരുങ്ങിയാൽ മതി. ദൈവം തമ്പുരാൻ അതിനുള്ള ആത്മാവും ബലവും ഒക്കെ നമുക്ക് തരും. വീണ്ടും പ്രസംഗിക്കുമല്ല, പ്രാർത്ഥന ഏറ്റെടുക്കാൻ ആളുകൾ മടിക്കുന്നത് കൊണ്ടും വൈകുന്നത് കൊണ്ടും ഞാൻ നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട്, പ്രചോദിപ്പിക്കാനായിട്ട് പറഞ്ഞു. ഒരിക്കൽ കൂടെ എല്ലാവരോടുമുള്ള നന്ദി. ഒരു ഹാവ് എ ഹാപ്പി വീക്കെൻഡ്. നമുക്ക് എല്ലാവർക്കും ഞായറാഴ്ച കാണാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. താങ്ക് യു. താങ്ക് യു അച്ഛാ. താങ്ക് യു അച്ഛാ. താങ്ക് യു താങ്ക് യു. അച്ഛാ. ബൈ. താങ്ക് യു അച്ഛാ.